சேட்டா இந்த புள்ளிய கண்டோ. சேட்டா இந்த பையனை பாத்தீங்களா? அண்ணா இந்த போட்டோல இருக்க பையனை பாத்துருக்கீங்களா? இந்த பையனை பாத்துருக்கீங்களா சார்? சேச்சி யாரா கண்டா சேச்சி? எங்க பாத்துருக்கீங்களா? முருகா, இன்னைக்குள்ள இந்த ப்ராஜெக்டை நல்லபடியா முடிச்சு கொடு முருகா. இதோட 3 லிட்டர் ஆயி. தேவையில்லாத வேலை பாஸ். நாம அந்த அசைன்மெண்ட்டுக்கு ஒத்துட்டு இருக்க கூடாது. லோக்கல்ல ஒருத்தன் அட்ரஸ் இருந்து தூக்குறதே பெரிய விஷயம். ஆமா பாஸ். இதுல வேற கேரளா, அதுவும் தமிழ்நாட்டுக்காரன். அட்ரஸே இல்லாம எப்படி பாஸ் தேடி கண்டுபிடிச்சு தூக்க முடியும்? வா பாஸ். இந்தா விழிச்சோ. என்னையா சருக்குது? 1 லிட்டர் அடிச்சு ஒன்னும் ஏற மாட்டேங்குது. கல்ல கூட கலப்படம் பண்ண ஆரம்பிச்சிட்டீங்களா? சாரே, இது உங்க நாட்டு சரக்கு கிடையாது. நாடங்கல்லு மெல்ல மெல்லே கேறும். அடிச்சு எனக்கு தெரியாதா? ஐயோ, இப்ப ஆண்டி மாதிரி வந்தாலே கழுதையை குடிச்சிட்டு போக வேண்டியதானே. ബോസ് ബോസ് എന്ന് വിളിച്ച എല്ലാരും തിരിഞ്ഞു നോക്കിയാ എങ്ങനെയാ? ആമല്ല, ആര് ബോസോ അവര് തന്നെ തിരിഞ്ഞു നോക്കണം. അതാണ് ഇവിടെ ഇരിക്കുന്നതിൽ മൂത്തയാളെ നിങ്ങൾ തന്നെയാ. അപ്പൊ നിങ്ങൾ തന്നെ ബോസ്. എന്തുകൊണ്ട് അതർ സ്റ്റേറ്റ് വന്നാലും ഇങ്ങനെയാണോ പച്ചയോട് സംസാരിക്കുന്നത്? ഇവിടെ എല്ലാവർക്കും തമിഴ് മനസ്സിലാവും ആശനെ. ആമാ നീ ഞാൻ ആരാ എന്താന്നുള്ള അല്ല ഇവിടുത്തെ കാര്യം. നമുക്കുള്ള ഡീലാണ് പ്രധാനം. ഡീലാ? ബോസ്, നിങ്ങളുടെ കയ്യിലുള്ള ഒന്നിനും കൊള്ളാത്ത അഡ്രസ്സില്ലാത്ത കാര്യമല്ല എന്റെ കയ്യിലിരിക്കുന്നത് ബോസ്. അങ്ങേ വശത്തുള്ള ആളെ തൊട്ട് ഇങ്ങേ വശത്ത് കൊണ്ടുവരണം. അഡ്രസ്, ഫോട്ടോ, റേഷൻ കാർഡ് ഉൾപ്പെടെ എല്ലാ ഡീറ്റെയിൽസും തരാം ബോസ്. വെറും 1 മണിക്കൂറത്തെ ജോലി മാത്രം. ഡീൽ ഓക്കെ എന്നാ കയ്യിൽ നല്ല പൈസ വെച്ചു തരും. എന്ത് പറയുന്നു? ஓகே பாஸ். நீங்க டீடைல் சொல்லுங்க. അതാണ്. അപ്പൊ ഞാൻ പാർട്ടിയെ പോയി വിളിച്ചിട്ട് വരാം. എടാ, തമിഴ്നാട്ടിൽ നിന്ന് പുതിയ കിഡ്നാപ്പ് ടീം വന്നിട്ടുണ്ട്. ഞാനെല്ലാം പറഞ്ഞു ഉറപ്പിച്ചിട്ടുണ്ട്. ഒന്ന് പറഞ്ഞാ മതി, ഉടനെ അവര് പൊക്കും. നീ അവരോട് വന്ന് അഡ്രസ്സും ഫോട്ടോയും ഫോൺ നമ്പറും പറയണം. ഇപ്പൊ എന്റെ വില എന്താണെന്ന് നിനക്ക് ഇപ്പൊ കാണിച്ചു തരാം. വാ, കേശവന്റെ വില എന്താണെന്ന് ഇപ്പൊ കാണിച്ചു തരാം. വാടാ, വാ വാ ഇങ്ങോട്ട്. ഇതൊന്നും ശരിയാക്കില്ലടാ. ഇതാണ് ഞാൻ പറഞ്ഞ പാർട്ടി. എക്സ്ക്യൂസ് മീ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ. എന്റെ അളിയൻ ഉണ്ണി. விடுங்கடா. என்ன பாஸ், கிடைக்கவே மாட்டான்னு சொன்னீங்க. நான் சவுண்டு போட்டு கலாட்டா பண்ணதுனால தான் அவனா வந்து மாட்டினான். ஒரு வாரமா தேட விட்டு டென்ஷன் பண்ணிட்டான் பாஸ். സാറേ, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അതാണ് சொல்லணும். സാറേ,
ഞാൻ തെറ്റായ ആളല്ല സാറേ. தப்பான இல்லைன்னா ஏன்டா இன்னொரு ஆளை நீ தூக்க சொல்ற? இந்த நீ தானே? அப்ப மூடிக்கிட்டு ஏய் சொல்றா, இப்போ எதுக்குடா கேரளாக்கு வந்தா? சொல்றா, சொல்றியா இல்லை சொல்லட்டுமா? உண்மையை சொல்றா, சொல்றா. എൻ്റെ സ്വന്തം സ്ഥലം തമിഴ്നാട്ടിലുള്ള അംബാസമുദ്രമാണ്. ഈ കാണുന്നതാണ് എൻ്റെ വീട്. ஐயோ அம்மா, ഇതാണ് എൻ്റെ അമ്മ. പേര് വസന്തി. இந்த மாதிரி பொருள்லாம் இந்த பக்கம் வரக்கூடாதுன்னு எத்தனை தடவை சொல்லியிருக்கேன். இதெல்லாம் அந்த பக்கத்தோட நிறுத்திக்கணும், புரியுதா? ഇതാണ് എൻ്റെ അച്ഛൻ തമിഴ്മണി. എങ്ങനെ മോനെ? ഡേ നീ മലയാളിയാന്നോ? അല്ല സാറേ. നിന്റെ അച്ഛൻ മലയാളിയാന്നോ? ഇല്ല. പിന്നെ എന്തിനാടാ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ മലയാളത്തിൽ സംസാരിക്കുന്നത്? നിന്റെ സ്റ്റോറി ചോദിച്ച ഫാമിലിയുടെ ഫ്ലാഷ് ബാക്ക് പറയുന്നത് നേരാണ് പറയുന്നത് സാറേ. എൻ്റെ അച്ഛൻ കേരളയിൽ 7 കിലോമീറ്റർ റെയിൽവേയിൽ വർക്ക് ചെയ്തു സാർ. അപ്പോൾ അവിടെ ഒരു മലയാളി പെണ്ണെ ലവ് ചെയ്ത്. ஏய், ஒன் சைடு லவா டூ சைடு லவா? 2 സൈഡ് ലവ്. ദാറ്റ്സ് ഗുഡ്, കണ്ടിന്യൂ. അച്ഛൻ തമിഴായത് കൊണ്ട് അവരുടെ ലവിനെ പെൺവീട്ടുകാർ സമ്മതിച്ചില്ല. അതുകൊണ്ട് കുറേ കാലം കല്യാണമേ ചെയ്യാതിരുന്നു. അച്ഛൻ്റെ റിലേഷനൊക്കെ ചെന്ന് കമ്പൽ ചെയ്താൽ എൻ്റെ അമ്മയെ കല്യാണം ചെയ്ത് വെച്ചത്. ലവ് തൽക്കാലം മറന്നാലും കേരള അച്ഛൻ്റെ മനസ്സ് വിട്ടു പോയില്ല. കുറച്ചായിട്ട് ഞങ്ങളുടെ വീട്ടை പകുതി കേരളമായിട്ട് മാറ്റി. இந்த பொண்ணுங்களே இப்படிதான் பாஸ். தமிழ்நாட்டு பசங்களை வெரைட்டி லவ் பண்ணுவாங்க. கல்யாணம் சொல்லும் போது டீலில் விட்டு போயிட்டே இருப்பாளுங்க. ആദ്യം എൻ്റെ അമ്മ അച്ഛൻ കേരള മേലുള്ള അഫെക്ഷൻ കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് വിചാരിച്ച്. പിന്നെ അറിഞ്ഞത് അച്ഛൻ പഴയ ഒന്നും മറന്നില്ലാന്ന്. കുറേ അവരെ വെറുക്കാൻ തുടങ്ങി. என்ற குருவாயூரப்பா, எல்லாரும் நன்னாயிட்டு இருக்கணும். முருகா, எல்லாருக்கும் நல்ல புத்தியை கொடுப்பா. மோனே, பிரசாதம். அட, இதானு வெளுத்த பெண்ணே மனசில் நானோ. ஒரு எழுத்து படிக்க தெரியாது, மாசம் 100 ரூபாய் தண்டம். വെളുത്ത പെണ്ണെ. എൻ്റെ അച്ഛന് മലയാളത്തിൽ ഒരു എഴുത്ത് പോലും പഠിക്കാൻ അറിയില്ല. പക്ഷേ അവർ പോലെ കുറച്ച് മലയാളം സംസാരിക്കാം ആരെ കൊണ്ട് പറ്റില്ല. അത് എങ്ങനത്തെ മലയാളം എന്ന് നിങ്ങൾ തന്നെ അറിഞ്ഞോളും. അവർ മാത്രമല്ല, ഞാനും അങ്ങനെ തന്നെ. இந்த பேப்பர் எதுக்காவது யூஸ் ஆகுது? எனக்கு தோசை பிடிக்காது அம்மே. அம்மே கிம்மேனா வாயிலே நொம்பிடுவேன். ராஸ்கல். എൻ്റെ അമ്മ ദോശയല്ലേ കൊടുത്തത്. പക്ഷേ എൻ്റെ അച്ഛൻ മോനെ, കേരളത്ത് പുട്ടു ഹെൽത്തായ ഫുഡാണു. ഇങ്ങനെയാണ് എൻ്റെ അച്ഛൻ എല്ലാ വിഷയത്തിലും അവരുടെ ഭാഗത്തേക്ക് എന്നെ മാറ്റാൻ തുടങ്ങിയത്. ஏய், ஸ்கூலுக்கு கிளம்புற நேரத்துல என்னடா விளையாட்டு? காப்பியை குடிச்சிட்டு கிளம்புற வழியப்பார். അമ്മ പോയി. അമ്മ കാഫി കൊടുത്താ അച്ഛൻ ഇന്തടാ കട്ടൻ ചായ കുടി. ഇതുപോലത്തെ സമയങ്ങളിൽ അമ്മ മുളക് കടിച്ചാണ് ദേഷ്യം കുറയ്ക്കും. അതെന്നെ സെൽഫ് കൺട്രോൾ. എൻ്റെ അച്ഛൻ വീട്ടിൽ ചെയ്ത കുസൃതിയിൽ ഏറ്റവും വലിയത് ഇതാണ്. മോനെ,
കേരള ആയിൽ മസാജ് ഒരു തവണ ചെയ്തെങ്കിൽ ആയുസിനും ഒരു രോഗം വരില്ല. அப்படியாப்பா? ആ അപ്പൻ പറയണ്ട, അച്ഛൻ. ஓகே அச்சா. ആ ഇതാണ് ശരിയായ സ്ഥലം. ஐயோ அம்மே, അയ്യോ അമ്മേ, ഷൂസ് വേടാ പോണേ. അമ്മേ ആരെങ്കിലും രക്ഷിക്കണേ. അമ്മ അമ്മ அம்மே. ഒന്നുമില്ല. എന്റെ ഗുരുവായൂരപ്പ എല്ലാരും നന്നായിട്ടിരിക്കണം. എൻ്റെ വീട്ടിൽ TV ഒന്നാണ്, പക്ഷേ റിമോട്ട് രണ്ടാ. ഞങ്ങളുടെ സ്ഥലത്തിൽ ഓണത്തെ ഗ്രാൻഡായിട്ട് ആഘോഷിക്കുന്നത് എൻ്റെ അച്ഛൻ മാത്രമാ. ആ മാസം ശമ്പളം മൊത്തവും വെയിറ്റിനല്ല, ഓണത്തിന് തന്നെ ചെലവാക്കും. வேலைக்கு போகாம லீவை போட்டுட்டு ஓணம் கொண்டாடுற லட்சணத்தை பாரு. கூட பிள்ளையும் சேர்த்துக்கிட்டு பொங்கலோ பொங்கல், பொங்கலோ பொங்கல், கா 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 கா. പൊങ്കാലയ്ക്ക് കൂടെ സമയം പോകാതെ പോലെ കേരള ഫ്രണ്ടോട് അടുത്ത് ഫോണിലെ കഥ പറഞ്ഞു. ഹലോ സുമാറോ? അതെ ചേട്ടാ, അവിടെ വല്ല വിശേഷങ്ങളുണ്ടോ? ആ ഇവിടെ വലിയ വിശേഷം ഒന്നുമില്ല. பொங்கலோ பொங்கல், பொங்கலோ பொங்கல், നമ്മളപ്പ കാണാം. ഓക്കെ ഓക്കെ ഓക്കെ. பொங்கலோ பொங்கல், பொங்கலோ பொங்கல். ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന എൻ്റെ അച്ഛനമ്മയോട് പിണക്കം വലുതായി എവിടെ വന്ന് അവസാനിച്ചെങ്കിൽ നമസ്കാരം നമസ്കാരം. മോനെ, അച്ഛൻ നിന്നിടത്തിൽ കാര്യം ഒന്ന് പറയും, പക്ഷേ അമ്മയ്ക്ക് തെരിയണ്ട. ചെറു പ്രായം മുതൽ അച്ഛനക്ക് ഒരു ലക്ഷ്യമുണ്ട്, പക്ഷേ ആ ലക്ഷ്യം നിറവേറില്ല. മോനെ, നീ அந்த ലക്ഷ്യത്തെ നിറവേറ്റി വെക്കണം. நான் டாக்டர் ஆகணுமாப்பா? ഡോക്ടറോ എഞ്ചിനീയറോ സയന്റിസ്റ്റോ അത് നിന്റെ ഇഷ്ടം. എനിക്ക് വേറൊരു ഉയർന്ന ലക്ഷ്യമുണ്ട്. ഇറந்த പിന്നേ സ്വർഗമുണ്ടെന്ന് പറയുന്നവൻ പ്രാന്തൻ. ഈ ലോകത്തിലേയേ സ്വർഗമുണ്ട്, അതും കൂപ്പിട് ദൂരത്തിലുള്ള സ്വർഗം കേരള. ആ ദേശം கடவுளின் தேசம். ആ ദേശത്തിൽ பிறந்திருக்கிற ஸ்திரீமார்கள் தேவகுமாரிகள். பூலோக ரம்பா, ஊர்வசி, மேனகா. நோக்கடா பெத்த பிள்ளைக்கு எந்த மாதிரி ஆல்பத்தை காட்டுறான். இவெல்லாம் பெரிய மனுஷன். എന്താ അടിപൊളിയായിട്ടുണ്ടോ? ആ ദേവകുമാരികൾ കൈപ്പിടിച്ച് ഞാൻ ദേവകുമാരനായിരിക്കണം, നീ ദേവകുമാരൻ മോനായിരിക്കണം. ജസ്റ്റ് മിസ്. എനിക്ക് കിട്ടാതെ ആ ദേവകുമാര വരം നിനക്ക് കിട്ടിയേ ആകണം. ആ അന്തസ്ത് കിട്ടണമെങ്കിൽ അതിരൂപസുന്ദരിയായ ഒരു കേരളത്തിൽ പെൺകുട്ടിയെ നീ വിവാഹം ചെയ്യണം. എടാ ഉണ്ണി, കേരള പെണ്ണത്താൻ വിവാഹം പെണ്ണെന്ന് അച്ഛന് സത്യം പറടാ. അവൻ കിടക്കട്ടെ, അവിടെ വിടടാ. சத்திய வாங்கி தோழி முடிச்சானே. போய் சொல்றான் பாஸ். அவங்க அப்பாவுக்கு கேரளா போனவன் லவ் ஃபெயிலியரான், அதனால புள்ளைய போய் கடுப்பாதுறான் பாஸ். குண்ணா வண்டி நிறுத்து. உண்மையை சொல்லிடு. சடையா கீழே இறங்கடா. ஏன் பாஸ்? எடுறா வண்டிய.
பாஸ் பாஸ் என்ன விட்டு போறாங்க பாஸ் போதல இருக்கேன் பாஸ் பாஸ். கதை சொல்லும் போது குறுக்கே பேசினா எனக்கும் பிடிக்காது ஆடியன்ஸுக்கும் பிடிக்காது. ஏய் இவன் அப்ப மாதிரி கொள்ள பேர் இருக்காங்கடா. ஏமாந்தவங்க ஏமாற்றத்தை தாங்க முடியாம இப்படித்தான் கிறுக்குத்தனமா பண்ணுவாங்க. தன்னால முடியாதத தன் பிள்ளைகளை வச்சு அவங்க லட்சியத்தை நிறைவேற்றறதுக்கு ரொம்ப அப்பமா இருக்காங்க. அது மாதிரிதான் இவன் அப்பனு நீ சொல்றா. ആദ്യം തൊട്ടേ എൻ്റെ അച്ഛനെ മാറ്റാൻ അമ്മ ഒരുപാട് ശ്രമിച്ചു നോക്കി. അത് പറ്റില്ല. പക്ഷേ എൻ്റെ കല്യാണ കാര്യത്തിൽ അമ്മ വളരെ സ്ട്രോങ് ആയിട്ടിരുന്നു. അതാണ് നിങ്ങളിപ്പോൾ കാണാൻ പോണത്. கல்யாணமாலையில் கிருஷ்ணன் இவர் அறிமுகப்படுத்துகிறோம். அவர் அறிமுகப்படுத்துறதுக்கு அம்மா வசந்தி நீங்கள் வந்திருக்கிறீங்க. வணக்கம்மா. வணக்கம் சார். என் பையன் பேரு கிருஷ்ணன். சரிம்மா. ஃபேஷன் டிசைனரா இருக்கான். ஓஹோ. கை நிறைய சம்பாதிக்கிறான். வெரி குட். அவனுக்கு தான் இப்ப நான் பொண்ணு பார்க்க வந்திருக்கேன் சார். நல்லதும்மா. மருமகள் எப்படி வேணும்னு எதிர்பார்க்குறீங்க? தமிழ் கலாச்சாரம் தெரிஞ்ச, தமிழ் கலாச்சாரத்தை மதிக்கிற ஒரு அழகான தமிழ் பொண்ணு வேணும் சார். பையன் ஃபேஷன் டிசைனராக இருக்கிறாருன்னு சொல்கிறீங்க. பொண்ணு என்ன படிச்சிருக்கணும், என்ன வேலையில் இருக்கணும்னு எதிர்பார்க்குறீங்க? எனக்கு மருமகளா வரப்போறவளுக்கு தமிழ் பொண்ணுன்னு ஒரு தகுதி மட்டும் இருந்தா போதும் சார். ஓகே. மற்றபடி வேற எதுவுமே வேண்டாம் சார். நீங்கள் எதிர்பார்க்குற மாதிரி ஒரு அழகான தமிழ்நாட்டு பெண் உங்களுக்கு நாட்டு பெண்ணா, அதாவது மருமகளா உடனடியாக வந்து அமைவாங்க. இந்த கல்யாண மாலை நிகழ்ச்சியில் வந்து கலந்துக்கிட்டீங்க. வாழ்த்துக்கள். வணக்கம். டேய் கிருஷ்ணா, எவ்வளவு நேரடா குளிப்ப? சீக்கிரம் வாடா, ப்ரோக்ராம் ஸ்டார்ட் ஆக போகுது. சீக்கிரம் வா, ஒடியா ஒடியா. வணக்கம். வணக்கம். கல்யாண மாலையில் உன்னி கிருஷ்ணன் இவர் அறிமுகப்படுத்துறதுக்கு அப்பா தமிழ்மணி நீங்க வந்து எனக்கு முன்னால வணக்கம் சார். நமஸ்காரம். ஹை அச்சன். அட பாவி மனுஷா. അടിപൊളിയായി. ഇതിനാണോ വിളിച്ചതമ്മേ? உங்களுக்கு மருமகள் எப்படி வேணும்னு எதிர்பார்க்குறீங்க? എനിക്ക് പൂർവീക കുടിയാകി കേരളത്തിൽ ജീവിക്കും ஒரு சுந்தரியாய பெண்குட்டி தான் மருமகளா வரணும். சார் ஒரு சந்தேகம். நீங்க தமிழ்நாட்டுக்காரர், மலையாளத்துல பேசுறீங்க, கேரள பொண்ணும் மருமகளா வரணும்னு கேக்குறீங்க. ஏதாவது விசேஷமான காரணம் உண்டா? நான் தெரிஞ்சுக்கலாமா? அது கேரளா நம்மோட அடுத்த தேசம். தேசத்தோடையும் தேசத்து புள்ளிகளோடையும் ஒரு பரஸ்பர அண்டர்ஸ்டாண்டிங் இருந்தெങ്കിൽ நல்ல விஷயம் தானே. அதனால நம்ம கேரள பொண்ணையே மருமகளாக்குனா ஒரு புதிய சமஸ்காரம். நமஸ்காரம்னா ஏற்கனவே சொல்லிட்டீங்க. சமஸ்காரம்னா அதில்ல. சமஸ்காரம் எங்கில் கலாச்சாரம், அதாவது கல்ச்சர். கேரள நாட்டு பெண்குட்டி தமிழ்நாட்டுக்கு மருமகளா வந்தெங்கில் அது தமிழ்நாட்டுக்கு ஒரு பெருமா, கேரளாவுக்கு ஒரு பெருமா. എന്താണോ நீங்க எப்போதும் പറയുന്ന விஷயத்தை இப்ப പറയ കാണോ? அது എന്താണോ? இயாளு ஆசைப்பட்டபடி சுந்தரமாய கேரளத்து பெண்குட்டி உங்களுக்கு மருமகளா வரணும்னு வாழ்த்துறோம். அப்படியே முடியல. இந்த நிகழ்ச்சியில வந்து கலந்துக்கிட்டீங்க. வாழ்த்துக்கள். நமஸ்காரம். வீட்டில் பொண்ணு தான் இருக்காமா? இருக்கு. ஆமா, வயசு என்ன இருக்கும்? ஒரு 80-85 வயசு இருக்கும். வாடா. நமக்கு இஷ்டம் இது. போட்டோல பார்த்ததை விட ஜம்முன்னு இருக்காப்ல. அவசரமா இருப்பாரு நினைச்சேன். கொஞ்சம் குட்டையா இருக்காப்ல. அப்புறம் என்ன சாப்பிடுறீங்க? ஒண்ணு வேணாப்பா, பொண்ணை வர சொல்லு. என்னது? மீன்குடி. என்னம்மா அது? இருடா. What a girl. டேய், எவ்வளவு அழகு பாருடா. உங்க அப்பா கேரளா பொண்ணுங்க தான் அழகுன்னு சொல்றாரு. இந்த அழகுக்கு ஈடு வருமாடா?
ஏண்டா உனக்கு அவங்க அம்மா தான் அழகான பொண்ணா பார்த்துருக்காங்கல்ல, கேரளா உனக்கு நொற்ற வேலை. கரெக்ட் பாஸ். அதிலும் ஒரு சிறிய பிரச்சனை சார். டிரைவர் கொஞ்சம் வண்டி நிப்பாட்டுப்பா. அவதான்டா மீன் கொடி. என்னமா பொறுத்தி அடிக்கிறா பாரு. எப்படி பாத்தியா? என்ன மாதிரி தைரியமான பொண்ணு பாரு. உனக்கு எப்படிப்பட்ட பொண்ணு பாத்திருக்கேன் பாத்தியா அம்மா? எவ்வளவு தைரியமான பொண்ணு பாரு. என்ன மாதிரி தைரியமா இருக்கா பாரு. பாரு அவ்வளவுதான் சொல்லிட்டேன். கான்ஸ்டபிள்ஸ் இவங்க 2 பேரும் ஜீப்ல ஏத்தி ஸ்டேஷன் கொண்டு போங்க. ஏண்டா என்னடா இது சொல்லாம கொள்ளாம திடுதுப்புன்னு? என் வேலையே இப்படிதாம்மா, திடீர்னு கூப்பிடுவாங்க. அதுவும் இல்லாம இந்த மாதிரி ப்ராஜெக்ட் கிடைக்கிறதெல்லாம் கஷ்டம், அதுவும் பெங்களூர்ல. ஏண்டா என்னம்மா? அந்த மீன் கொடி வீட்டுல எந்த சம்சாரிக்கணும் அம்மையும் போனும்? ஓ, அந்த பெங்களூர் மெட்ரோ. உனக்கு எப்படிப்பா தெரியும்? போனை முதல்ல அட்டன் செஞ்சதே யானாக்கும். நீ பெங்களூர் போக வேண்டாம். ஏன்பா? மோனே, உன்னிடத்தில் யான் தனியாயிட்டு சம்சாரிக்கணும். எதுவா இருந்தாலும் இங்கேயே பேசுங்க. எனக்கு எந்த பயம்? அந்த கல்யாண மாலை ப்ரோக்ராம் பார்த்துட்டு ஏகப்பட்ட போன் கால் ஆக்கும். 300 கேரள பெண்குட்டிகள். அச்சன் அதில் 30 செலக்ட் செய்து. எப்பப்பா வராங்க? 2 நாளில் பெண்குட்டிகள் அடுத்தடுத்து வரும். அதில் பெஸ்ட் ஆயிட்டு நீ ஒன்ன செலக்ட் செய்யணும். டேய், உத்தியோகம் தான் புருஷ லட்சணம். அப்புறம் தான் மத்ததெல்லாம். முதல்ல நீ பெங்களூர் கிளம்புறதுக்கு வழிய பாரு. கிளம்பு. ஏய், அப்ப அந்த பெண்குட்டிகளை யான் எந்த செய்யும்? அதுல ஒண்ணு நல்லதா செலக்ட் பண்ணி நீங்களே கல்யாணம் பண்ணிக்கங்க. டேய், நீ சீக்கிரமா ஊருக்கு கிளம்புறதுக்கு வழிய பாரு. போய்க்கோடா. நீ திரும்பி வர்றப்ப உனக்கு ஒரு கொச்சமே ரெடி பண்ணி வைக்கும். போகட்டும் விடுறா. அவரோட லெவல் என்னன்னு எனக்கு தானே தெரியும். விடு. இந்தாடா, வச்சுக்கோ. அச்சா, சூப்பர் ஆயிட்டு ஒரு டிராமா பிளே செய்து எஸ்ஐ பண்ணை கட்டினதுல இருந்து என்ன ரசிச்சு எந்த ஒரு அடி. தேங்க்ஸ் அச்சா. அச்சனுக்கு மோன் தேங்க்ஸ் பரையலாமோ? மோனே, ഈ അച്ഛൻ ചെയ്ത എല്ലാ കാര്യവും നിന്റെ നന്മയ്ക്ക്. 15 വർഷമാ ഞാൻ പറഞ്ഞതെല്ലാം നീ മറന്നോ? കേരള കുറിച്ച് അറിയാതെ അവിടെ പോയി. നിന്റെ ബാല്യകാല സ്നേഹിതൻ അവിടെ ഉണ്ട്. അഡ്രസ് പെട്ടിയിലും ഉണ്ട്. അവൻ ഒരു പെരിയ കമ്പനി വെച്ച് അതിൽ MD ആക്കും. ചൈൽഡ്ഹുഡ് ഫ്രണ്ടോ? ആരാണ് അച്ഛാ അത്? സസ്പെൻസ്. പച്ചവെള്ളം, നേന്ത്രമ്പഴം ഒറ്റയ്ക്ക് തിന്നോ. ജയിച്ചിട്ട് വരണോ? ബൈ 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 ബൈ. டேய் முருகா, எல்லாரும் கேரியோ? சீட் நம்பர் 27 மட்டும் ஆள் வந்துலடா. എന്താ പെൺകുട്ടി? പറയല പോ. വിചാരിച്ചു നീ ഏതെങ്കിലും നടക്കുന്നു. പ്രായം തങ്ങഞ്ഞ ചെറുക്കണെ ഒറ്റയ്ക്ക് പുറത്ത് ഏക്കൻ പെട്ടിട്ടുണ്ടോ? ഡേയ്, പടം ഇവിടെ ഓടണോ അവിടെ ഓടണോടാ? അച്ഛാ, നാനൊന്നും അച്ഛന്റെ ലക്ഷ്യത്തെ അംബാസമുദ്രത്തിൽ തന്നെ തീർക്കല്ലടാ. കേരള പോ, വേറെ ലോകം അവിടെ ഉണ്ട്. ശരി അച്ഛാ. கலர் கலரா பெண்கள் கூட்டமல்லோ, இதை கரெக்ட் செய்வதே இவனின் லட்சியமல்லோ.
ചൊല്ലുമ്പോൾ ചെറുമഴ തുള്ളിക്കുന്നാണോ കയ്യൊന്നു വെച്ചപ്പോൾ കാണാൻ പെണ്ണിന് മോഹം അഴകൊന്നു തുന്നിച്ചതാരോ അതിൽ മുത്തു പീഡിപ്പിച്ചതാരോ ആരത് തൊപ്പിന്ന് പൊന്നെടുത്തിട്ടതിൽ ഊതി പണിയിച്ച മാറ്റ് ചേർന്നിട്ട് മാറോട് ചേർത്തിട്ട് നാവോർ പാടുന്ന നാട് ആ എടപ്പള്ളി ബൈപ്പാസൊക്കെ ഇറങ്ങിക്കോ, സിറ്റിയുടെ അകത്ത് പോകത്തില്ല. ചേട്ടാ സ്റ്റോപ്പ് 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 സ്റ്റോപ്പ്. ഹായ് കുട്ടീസ്. നന്നായിട്ടുണ്ട്. മോന്റെ പേരെന്താ? കൂലിപ്പോവാണോ? എന്താ കോമ്പറ്റീഷനാ? ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ ബൈ. അച്ഛൻ ആരെ കുറിച്ചാ പറഞ്ഞ? കുട്ടിക്കാലത്ത് സ്നേഹിതനെന്ന് പറഞ്ഞു. ഒരു വലിയ കമ്പനിയുടെ MD നോക്ക് പറഞ്ഞിട്ട് അഡ്രസ് മാറിപ്പോയോ? നീയാ? ഡാ അവിടെ നിക്കടാ. உன்னி நப்பியா என்னோட லப்பரு. இனிமே அவளை பாக்குறதோ பேசுறதோ நான் பார்த்தேன், அப்புறம் நடக்கிறதே வேற. டேய் எப்படா வந்த? எப்படா வந்த? டேய்
கேசவா இவன் என்னடா சொன்னா சொல்லு. ஆண்டி ஃபர்ஸ்ட்ல இருந்து நான் தான் நவ்யா பொண்ண லவ் பண்ணிட்டு இருந்தேன். இவன் இடையில வந்துட்டு நான் தான் லவ் பண்றேன்னு சொல்றான். ஏன்டான்னு கேட்டா எங்க அப்பா தான் மலையாள பொண்ண லவ் பண்ண சொன்னாருன்னு சொல்லி நான் மிரட்டுறேன் ஆண்டி. ஓஹோ உன்கிட்ட சொல்லுவேங்க ஆண்டி, இது என் லைஃப் மேட்டர். போ போ மலையாள அப்பனுக்கு உள்ள தப்பா மாட்டி விட்டல. வலிக்குதுமா. എടാ നീ ഇതുവരെ പഴയതൊന്നും പറഞ്ഞില്ലടാ. മറക്കേണ്ട പോലെയാണ് നീ ചെയ്തത്. എടാ നിന്റെ അച്ഛൻ എനിക്ക് എന്തു വലിയ പണിയാ തന്നേക്കുന്ന നിനക്കറിയോ? നീ എന്നെ അന്യനായിട്ട് കാണുന്നേ. നിന്റെ അച്ഛന്റെ ലക്ഷ്യത്തിൽ എനിക്ക് എന്തുമാത്രം പങ്കുണ്ടെന്ന് നിനക്കറിയോ? ഡാ കേരള ഏതേത് സ്ഥലത്തിൽ എപ്പോ എങ്ങനത്തെ ഫിഗറുകൾ വരേണ്ട ഡീറ്റെയിൽസ് മാത്രം നീ പറഞ്ഞാൽ മതി. മറ്റെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. നീ എന്നാണോ നിന്റെ അച്ഛനെ പോലെ സംസാരിക്കുന്നത്? ഇപ്പൊ ഇവിടുത്തെ സ്ഥിതി എന്താണെന്ന് നിനക്കറിയോ? പകുതി പെണ്ണുങ്ങൾ ദുബൈയിലും പകുതി പെണ്ണുങ്ങൾ കോടമ്പക്കത്തും. ബാക്കിയുള്ള സുന്ദരികളായ പെണ്ണുങ്ങളെല്ലാം സോഫ്റ്റ്വെയർ കമ്പനിയിൽ സെറ്റിൽ ആയടാ. അതുമല്ല കാര്യം, നീ വിചാരിക്കുന്ന പോലത്തെ പെണ്ണുങ്ങൾക്ക് വളരെ കുറവാടാ. അതുകൊണ്ടല്ലേ ഞാൻ ഈ പുനർവിവാഹ കമ്പനി നടത്തിക്കൊണ്ട് പോകുന്നേ. നിർത്തടാ, എന്റെ വിഷയത്തിൽ നീ ഇങ്ങനെ കാണിക്കണ അറിയാം. അമ്മ അമ്മ ഇത്ര പേടിയാ? கிருஷ்ணா சொல்லுங்கம்மா. நல்லபடியா பெங்களூர் போய் சேர்ந்தியா? வந்துட்டேம்மா. வேலைக்கு நல்லபடியா சாப்பிடு, நல்லா உடம்ப பாத்துக்க. ஆமா, ஏதோ ப்ராஜெக்ட் ஆரம்பிக்க போறேன்னு சொன்னியே. ஆமா. முதல்ல கோயில்ல போய் அர்ச்சனை பண்ணி ப்ராஜெக்ட் ஆரம்பிடா. அப்பதான் நல்லபடியா வரும். சரிம்மா. உடம்ப பாத்துக்க. வேலைக்கு நல்லா சாப்பிடு. சரிம்மா. சரி வச்சிட்டுமா? ஓகேம்மா. ഒളിച്ചെന്ത് കേൾക്കുന്നത് ഇവിടെ വിട്ടില്ലല്ലോ. സരി, അടുത്ത് എവിടെ ഫേമസ് അമ്പളം ഉള്ളത്? എവിടെ? ബാംഗ്ലൂരിലോ? ഒരു മിനിറ്റ്. യുവജനോത്സവത്തിൽ പങ്കെടുക്കാൻ പോകുന്ന സ്വന്തം മകനെ ഉമ്മ വയ്ക്കുന്ന അച്ഛൻ. എടാ അളിയാ, വന്ന ഉടനെ ഫോട്ടോ ഒക്കെ പദ്ധതി വന്നല്ലോ. നീ വലിയ ആളായി. കാലൊക്കെ അളിയാ. എന്തുവാടാ നീ പറയുന്നത്? പറയുന്നേ മാത്രമല്ലടാ, നീ ഇപ്പൊ ബാർബർ ഷോപ്പിലല്ലേ? അതെ. ഇന്നത്തെ പത്രം എടുത്ത് നോക്ക് നീ. അതിനകത്ത് നിന്റെ ഫോട്ടോ വന്നിട്ടുണ്ടെന്നേ. ഇത് നിങ്ങളുടെ ഫോട്ടോ അല്ലേ സാറേ? പുള്ളിയുടെ ഫോട്ടോ പേപ്പറിൽ വന്നിട്ടുണ്ട്. എന്തോടാ ഇതൊക്കെ? ശരി, നീ ഇതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ഈ ഫോട്ടോ എടുത്ത് ആരാ എന്താന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഞാൻ കളക്ട് ചെയ്ത് വെക്കാം. നീ മുടി വെട്ടിയിട്ട് വാ. ഓക്കെ? ഇല്ല, ഞാൻ പോണേ വരാം. എടാ, നിന്റെ ഫോട്ടോ എടുത്തൊരു പെണ്ണാ. പേര് മഞ്ജു. തലവേദോ ചെറുപ്പളശ്ശേരി എന്നാ മഞ്ജു. ആരാ നോക്കിട്ട് വന്നേ? ഹലോ, മഞ്ജു ആണോ? പ്ലീസ് ഹോൾഡ് ദ ലൈൻ സർ. ഇന്നടി ഏത് സ്റ്റൈലിലാണോ? ഹലോ, ഞാൻ മഞ്ജു. നിങ്ങൾ ആരാണ്? നിങ്ങൾ യാറാന്നോ? തെറ്റിച്ചിതറിയില്ലേ? തെറ്റാ? നിങ്ങളൊന്ന് മനസ്സിലാവുന്ന പോലെ പറ. ഓഹോ, ഇന്നത്തെ മലയാള പേപ്പറില് തേർഡ് പേജില് ഒരു കൊച്ചിനെ ഉമ്മ വെക്കുന്നത് പോലെ ഫോട്ടോ ഇട്ടിട്ടില്ല. അതിലുള്ളത് ഞാനാ. എനിക്ക് ഇതുവരെ കല്യാണമായിട്ടില്ല. നിങ്ങൾ എന്തിനാ എന്റെ കൊച്ചിന്റെ രീതിയിൽ ആ ഫോട്ടോ ഇട്ടത്? ആണോ? സോറി 10 times സോറി, 100 times സോറി, 1000 times സോറി സാർ. അത് നിങ്ങളുടെ കുട്ടിയെന്ന് വിചാരിച്ചിട്ട് പോയതാ സാർ. അതിങ്ങനെ നിങ്ങളായിട്ട് വിചാരിക്കാം. ഷോ, ഞാൻ പെണ്ണ് കാണാൻ ഇവിടെ വന്നതാ. ഇത് കണ്ടാ പിന്നെ എനിക്ക് എങ്ങനെ പെണ്ണ് കിട്ടും? ഒരു ചെറിയ തെറ്റ് നടന്നു പോയി സാർ. താ ഓണെ തന്നെ തെറ്റായ ന്യൂസാണ് അറിയിക്കണം. പ്ലീസ്, അറിയാതെ നടന്നു പോയതാ സാർ. ഞാൻ ഇപ്പോഴാണ് ഇവിടെ ജോയിൻ ചെയ്തത്. ഉടനെ ഇതുപോലൊരു തെറ്റ് നടന്നെന്ന് പറഞ്ഞാൽ എൻ്റെ ജോലി പോകും സാർ. പ്ലീസ് സാർ, 10 times സോറി, 100 times സോറി, 1000 times സോറി സാർ. ക്ഷമിക്കണം സാർ, പ്ലീസ് സാർ. ശരി, മേക്കൊണ്ട് ഇതുപോലെ തെറ്റ് നടക്കാതെ നോക്കിക്കോ. താങ്കളുടെ നല്ല മനസ്സിന് നല്ല വൈഫിനെ കിട്ടും സാർ. അറിയാതെ നടന്നു പോയതല്ലേ, ഞാനത് അപ്പളേ മറന്നു. എന്തോ കുർത്തിക്കടനാ കാണിച്ചത് മോനെ. ആരാടാ അത്? അവര് എന്റെ ക്ലയന്റാ. ഡെയിലി ഇങ്ങനെ. നീ അമ്പലത്തിന്റെ കാര്യം ചോദിച്ചില്ലേ? ഇവിടെ അടുത്ത് ഭഗവതി ക്ഷേത്രം ഉണ്ടോ? വാ.
മാമി പയ്യനെ കിട്ടി. മാമി പയ്യനെ കിട്ടി. നീ കൂട്ടിക്കൊണ്ട് വരിക. മാമി 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 പയ്യനെ കിട്ടി. പയ്യനെ കിട്ടി. നിങ്ങളുടെ പേര്? ഉണ്ണികൃഷ്ണൻ. നക്ഷത്രം? അശ്വതി. ഏതാ സ്ഥലം? അംബാസമുദ്രം. സോറി വാ. എല്ലാം ശരിയായിട്ടോ. ഞാൻ എങ്ങനെ കഷ്ടപ്പെട്ട പയ്യനെ കൊണ്ടുവന്നെ കണ്ടോ? ഇല്ലേ? ചേച്ചി ആ പയ്യനെങ്ങനെ കൊള്ളല്ലേ? ദൈവമേ എല്ലാം നല്ല രീതിയിൽ നടക്കണേ. എന്താ നടന്നത് ഞാൻ പറയാം. വാ. നിങ്ങളുടെ ദയവിലൊരു നല്ല കാര്യം നടന്നു കേട്ടോ. താങ്ക്സ്. നല്ല കാര്യോ? അതെന്തുവാ? ഈ അമ്പലത്തില് ഇതുപോലെ ഒരു നേർച്ചയുണ്ട്. നേർച്ചയോ? അത് ദോഷമുള്ള പെൺകുട്ടി ഈ അമ്പലത്തിൽ വെച്ച് ഒരു ബാച്ചിലർക്ക് മുണ്ടൻ നേരിത് ദാനം കൊടുത്ത് പ്രായശ്ചിത്തം ചെയ്താൽ അവളുടെ ദോഷം മാറുമെന്ന് ഐതിഹ്യമുണ്ട്. അത് മാത്രമല്ല, അത് എന്റെ ഫ്രണ്ടും കൂടെയാ. നല്ല സമയം പോയിക്കൊണ്ടേയിരുന്നത് കൊണ്ടാ നിങ്ങളുടെ പെർമിഷൻ പോലും ചോദിക്കാതെ ഞാനായിട്ട് ഇത് ചെയ്തത്. ഒരു പക്ഷേ എനിക്ക് കല്യാണം ആയിരുന്ന? നിങ്ങൾക്ക് കല്യാണം ആയില്ലെന്ന് എനിക്കറിയാലോ. എങ്ങനെ? 10 times sorry, 100 times sorry, 1000 times sorry. ഒരുപാട് നന്ദി ഉണ്ണി. എനിക്ക് സമയായി, ഞാൻ വരാവേ. ബൈ. നാട്ടിലെ എത്രയോ ബാച്ചിലേഴ്സ് ഉള്ളപ്പോ എന്തിനാ നമ്മുടെ കയ്യെ പിടിച്ച് വലിച്ചത്? ഒരു പക്ഷേ നമ്മുടെ ഇഷ്ടമായോ എന്തോ. രാവിലെ അമ്പലത്തിന് പോയേക്കാം. എന്തോ നടക്കുന്നു, കണ്ടുപിടിക്കാം. എവിടെ പോയി ഇവൻ? ഫോളോ ചെയ്യാം. വരുന്നടാ.
യോ MTM രാവിലെ വന്ന എങ്ങനെ? നമസ്കാരം. ക്ലൈന്റ് ആരും കണ്ടില്ല. നല്ല സമയം. ഓം ഭഗവതി ശരണം. ചിറ്റൂരിൽ നിന്നും വന്നിട്ടുള്ള ശിവഗുരു ഭരണി നക്ഷത്രം അവർക്ക് IAS പാസ്സായതിന്റെ സന്തോഷത്തിന് വേണ്ടി വെടിവഴിപാട് പോകുന്നത്. സ്മിത സദയം. സ്മിത ചതയ നക്ഷത്രം ഒറ്റപ്പാലത്തിൽ നിന്നും വന്നിട്ടുള്ള അവർക്ക് വേണ്ടി വെടിവഴിപാട് പോകുന്നത്. ഓം ഭഗവതി ശരണം. തമിഴ്നാട് അമ്പാസമുദ്രത്തിൽ വന്നിട്ടുള്ള ഉണ്ണികൃഷ്ണനെ അശ്വതി നക്ഷത്രം നമ്മളെ കുറിച്ചാണല്ലോ പറയുന്നത്. ആരോഗ്യ ഐശ്വര്യത്തിന് വേണ്ടി വെടിവഴിപാട് 5. ഓം ഭഗവതി ശരണം. ചിറ്റ്ലഞ്ചേരിയിൽ നിന്ന് വന്നിട്ടുള്ള കമലം പൂര നക്ഷത്രം ചേട്ടാ ഇപ്പൊ അമ്പാസമുദ്രം ഉണ്ണികൃഷ്ണൻ പേരിലെ വെടി വഴിപാട് നടത്തിയില്ലേ, അത് യാര് പറഞ്ഞ് നടത്തിയതാ? ആ ചോപ്പ് ചുരിദാറിട്ട് നിൽക്കുന്നില്ലേ ആ കുട്ടിയാ. എന്താ ആ മഞ്ജു എന്റെ സിസ്റ്റർ தானே. എന്താ വേണ്ട? നിനക്ക് തമിഴ് അറിയോ? എനിക്ക് 4 ലാംഗ്വേജ് അറിയാം. തമിഴ്, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി. ഓ ഫൈൻ. എനിക്കില്ല കുറച്ച് അറിയും. താങ്കളുടെ നാട്ടിലെ പ്രശ്നമേ അതില് നാഷണൽ ലാംഗ്വേജേ അറിയില്ല. ചേച്ചി എന്താടി? ഹേയ് ഹേയ് ഉണ്ണി, ഞാൻ നിന്നൊന്ന് കണ്ട് പറയണമെന്നിരുന്നതാ. വാ 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 വാ. ആ ഉണ്ണി പ്രസാദം എടുത്തോളൂ. വളരെ താങ്ക്സ് ഉണ്ണി. ഇന്നലെ ഈവനിങ് തന്നെ എന്റെ ഫ്രണ്ട് മാരേജ് ഫിക്സ് ആയിട്ടോ. നിങ്ങളുടെ കൈകൊണ്ട് പരിഹാരം ചെയ്തതാ അതിന് കാരണം. നല്ല മനസ്സുള്ളവരെ ചെയ്താലേ അത് ഉടനെ ബലിക്കും എന്ന് പറയും. വെരി വെരി താങ്ക്സ് ഉണ്ണി. പരവായില്ലിങ്ങ. അപ്പോ എന്റെ വേറൊരു ഫ്രണ്ടും കൂടെ ഇതുപോലെ ഒരു പരിഹാരം ചെയ്യാൻ പറ്റുമോ? ഒരു ഫ്രണ്ട് മതിയോ? നിന്റെ ഫ്രണ്ട് എല്ലാവർക്കും വേണമെങ്കിലും പറ. നോ പ്രോബ്ലം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഒന്ന് കിട്ടുമോ പ്ലീസ്? 9677481111. ഓക്കെ, ഞാനിപ്പോ പോവാ. എനിക്ക് സമയമായി. ബൈ. ഹലോ, നിങ്ങളുടെ നമ്പർ? താങ്കളുടെ നമ്പർ കൊടുത്തില്ലേ? കോൾ വരും. എന്താ ഇവന് ഇരിപ്പൊന്നും അത്ര ശരിയല്ലല്ലോ. ഇപ്പൊ എന്തിനാ എല്ലാ ജനലും തുറന്നു വെക്കുന്നത്? മൊബൈലിലെ സിഗ്നൽ ഇല്ലടാ, അതുകൊണ്ടാ. എടാ എന്റെ ഫോണിൽ 3 പോയിന്റ് ഉണ്ടല്ലോ. 3 പോയിന്റ് അല്ലേ ഉള്ളത്? എടാ കൊതുക് വരൂടാ. നാട്ടിൽ മൊത്തം ഡെങ്കിപ്പനി എന്ന് പറഞ്ഞ ആൾക്കാർ പേടിപ്പിച്ചോണ്ടിരിക്കുക. അതൊക്കെ മനുഷ്യന്മാർക്കേ വരും, നീ പേടിക്കണ്ട. നിനക്ക് ഒരു പെണ്ണിന്റെ ഫോണും വരത്തില്ലടാ. It's call for me. Hello. കേശവൻ സാറേ, ഈ 50-ന് ശേഷം 55 അഹം 2ാമത്തെ 3ാമത്തെ ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയാൻ പറഞ്ഞിരുന്നു. അതാണ് സാർ. നിങ്ങൾ ആദ്യമേ അപ്പോയിന്റ്മെന്റ് മേടിച്ച ക്ലയന്റ് അല്ലേ? അതെ സാർ. ഇപ്പൊ ഓഫീസ് ടൈം കഴിഞ്ഞു, രാവിലെ വിളിക്ക്. സാരി സാർ. പാതിരാത്രി കൗണ്ടർക്ക് ഇളക്കം. നീ നമ്പർ മേടിച്ചിട്ട് കറക്റ്റ് ആയിട്ട് വിളിച്ചല്ലോ. എന്റെ കേരള ഫിയർ ആണ്. കണ്ടുപിടിക്കാം. ഹലോ ഹലോ
ഹലോ ഹലോ ഹലോ ഹലോ എന്താടാ സിഗ്നലേ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഹലോ ഹലോ വെച്ചോണ്ടിരിക്കുന്നത്. ഹലോ சரிங்க ഫോണിലെ സിഗ്നൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവനൊക്കെ പെണ്ണുങ്ങളുടെ സിഗ്നൽ എങ്ങനെ കിട്ടാനാ? ഹലോ I know you're calling me. How come you know? I just thought. Just so you know, our wavelength is so much alike. Am I disturbing you? Why? No, it's too late now. That's why. Whatever. If you're not calling me, I got disturbed. Is it so? That's so sweet of you. I'm just feeling very happy. Me too, yaar. Your voice is so cute. Really? After seeing you, actually, I'm just not able to sleep. Same here. Even now, you see, I've just kept my night duty and I'm talking to you. Ayyo, idu meen kudiyale. Hello? Night duty. What happened? நீங்க பெங்களூர் போயிட்டு தான் அத்தை சொன்னதுல இருந்து எனக்கு ஒரு மாதிரி ஆயிடுச்சு. உங்களை பார்க்கலாம், இப்போ உங்களை பார்க்க முடியாம ரொம்ப கஷ்டமா இருக்கு. இந்த டென்ஷன் எல்லாத்தையும் ஸ்டேஷனுக்கு வர அக்யூஸ்டுங்க மேல தான் காமிச்சிட்டு இருக்கேன். மீன்கொடி. இன்னொரு வாட்டியும் பேரு சொல்லுங்க. மீன்கொடி, எனக்கு கொஞ்சம் தூக்கமா வருது. இப்போதான் நைட்ல தூக்கம் வருதில்லைன்னு சொன்னீங்க. இல்ல, ஒரு 4-5 நாளா டே நைட் ஒர்க் பண்ணிருக்கேனா, டயர்டா இருக்கு. நீங்க வேற ஃபோன் பண்ணிட்டீங்களா, அதான் உங்கள்கிட்ட பேசின சந்தோஷத்துல தூக்கமா வருது. அப்படியா? அப்போ நான் நாளைக்கு கால் பண்றேன். வேணாம், நான் 1 வீக் பிஸியா இருப்பேன். வேலை முடிஞ்சதுக்கு அப்புறம் நானே கால் பண்ணுவேன். பட் 1 வீக் எல்லாம் கஷ்டங்க. ஆமாம்மா, நான் ஃப்ரீயாக இருப்பேன். நானே உங்களுக்கு கண்டிப்பாக கால் பண்ணுறேன். இப்போ நான் ஃபோன் வைக்கிறேன். டேக் கேர், பாய். ஓகே. பாவம், ஏதோ ப்ராஜெக்ட்ல இருக்காரு போல இருக்கு. விட்டு பிடிப்போம். ഹലോ 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 ഹലോ, ഞാൻ മഞ്ജു സംസാരിക്കുന്നത്. രാവിലെ അമ്പലത്തിൽ വെച്ച് മീറ്റ് ചെയ്താ ആ മഞ്ജു? പറയ് മഞ്ജു. ഞാൻ കുറെ നേരമായി കോൾ ചെയ്യുന്നുണ്ട്, പക്ഷെ വെയിറ്റിംഗിലായിരുന്നു. നാട്ടിൽ നിന്ന് അമ്മ വിളിച്ചിരുന്നു. ഓക്കെ 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 ഓക്കെ. എനിക്കൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ചോദിക്കോ, ഏതാണെന്നാലും ചെയ്യാം. എന്താണ് പറ? അതിനെപ്പറ്റി തന്നോട് നേരിലേ പറയാൻ പറ്റൂ. നേരിൽ വെച്ചാ ഇപ്പോ കാലത്ത് എന്റെ വീട്ടിലൊന്ന് വരാൻ പറ്റുമോ? കൺഫേം ആയിട്ട് വരാം. താങ്ക് യു ഉണ്ണി. അഡ്രസ് ഞാൻ നിങ്ങളുടെ മൊബൈലിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, ബൈ. ഗുഡ് നൈറ്റ്. ബൈ. ഹായ്. മഞ്ജു ഉണ്ടോ? അച്ഛാ അച്ഛാ അച്ഛാ, എന്താ മോളെ? ചേച്ചിതെടുത്ത് അമ്പലത്തിൽ വെച്ച് സംസാരിച്ച ആൾ വന്നിട്ടുണ്ട്. നീ പോയി പൊട്ടി എടുത്തിട്ട് വാ. വീട്ടിലൊരു പെൺകുട്ടി ഇരുന്ന് രാവിലെ എണീറ്റ് വന്നോളും. മഞ്ജു ഉണ്ടോ സാർ? സാർ ഫോൺ വിളിച്ച് ഞാൻ ഇവിടെ വര ചൊല്ലി സാർ ഉണ്ണികൃഷ്ണൻ പറഞ്ഞാൽ മതി സാർ. എന്തായതാണ് ചോദിച്ചിട്ട് നമസ്കാരം സാർ. നമ്മുടെ പണി തുടങ്ങാം. സാർ 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 എന്തിനയക്കുന്ന സാർ? സാർ സാറേ സാർ സാർ എന്താണ് ചെയ്യുന്നു സാർ? സാർ ഇതാ പിടിക്കച്ചാ. ഹലോ, ക്യാമറ ആണോ സാർ? സാർ ഇത് മഞ്ജു വീടാണോ സാർ? ഏതെങ്കിലും പറയൂ സാർ. സാർ 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 പറയൂ സാർ.
അച്ഛാ ഇത് എന്താ അച്ഛാ ഇത്? അച്ഛന് വേറെ ജോലിയില്ലേ? ஏங்க இப்படிலாம் നീ பண்றாரு വരൂ ഉണ്ണി. പ്രിക്കോഷൻ എന്ന് വെച്ചാ തുടങ്ങിയല്ലോ. അതെ, ഫ്രണ്ട് എന്ന് പറഞ്ഞോണ്ട് വരും, നാളെ പെണ്ണിനെ വിളിച്ചോണ്ട് ഓടിപ്പോകും. ഇത് നിങ്ങളെ എവിടെ തിരക്കാനാ? നാളെ പോലീസ് കീലീസ് വന്ന ഡീറ്റെയിൽസ് ചോദിച്ച് ഞങ്ങളെ ഭീഷണിപ്പെടുത്തും. ഇപ്പൊ ഡീറ്റെയിൽസ് എല്ലാം കിട്ടി. മോളെ വിളിച്ചോണ്ട് പോ മോളെ. എന്റെ അച്ഛൻ എപ്പോഴും ഇങ്ങനെയാ, എല്ലാ കാര്യത്തിലും പ്രിക്കോഷനാ. സാരമില്ല, പെണ്ണിന്റെ അച്ഛനല്ലേ, അലർട്ടായിക്കിനെ കൊണ്ട് തെറ്റില്ല. പിന്നെ എന്താ കാര്യം? നേരിൽ സംസാരിക്കുന്ന പറഞ്ഞല്ലേ? എന്റെ ഫ്രണ്ടിന് ഒരു പയ്യനെ കണ്ടു വെച്ചിട്ടുണ്ട്. ശരി. ഇപ്പോ കല്യാണം കഴിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല. നീ തന്നെ ഒരു ഹെൽപ്പ് ചെയ്യണം. അതിനിപ്പോ ഞാൻ എന്താ ചെയ്യാൻ പറ്റും? അവക്ക് പറഞ്ഞു വെച്ച പയ്യൻ നാളെ കോവളത്തുള്ള റിവർ റിസോർട്ടിൽ വരും. അവിടെ നീ പോയി അവളെ ലവ്വറെ പോലെ അഭിനയിക്കണം. അയ്യോ, ഇവളെ പ്രേമിക്കണമെങ്കിൽ അവളെ അവൻ വെറുക്കുന്നത് പോലെ ചെയ്യണം. പിന്നെ അവളെ അവൻ വെറുത്തതിനു ശേഷം ഇവളെ വേറെ എവനെങ്കിലും സ്നേഹിക്കുന്നതിന് മുൻപിൽ നമ്മൾ ഇവളെ പ്രേമിക്കാൻ തുടങ്ങണം. പ്ലീസ് പ്ലീസ് പ്ലീസ്, അവൾക്ക് IAS ആവണം എന്നാണ് അംബീഷൻ. അതില്ലാതെ ഒരു പെണ്ണിന്റെ ടാലന്റ് കല്യാണം മൂലം മുടങ്ങാൻ പാടില്ലല്ലോ. അതാ നിന്നോടിത് ചെയ്യാൻ പറഞ്ഞത്. നിന്റെ ഫേവറേറ്റ് റെസ്റ്റോറന്റിന് വിടില്ല അല്ലേ? അതെങ്ങനെ നിഷ? ആൻഡ് എന്റെ എയിം റീച്ച് ചെയ്യുന്നത് വരെ നമുക്കിപ്പോ മാരേജ് വേണ്ട കേട്ടോ. ഇവരെ സാർ പറഞ്ഞു പേരും നിസ തന്നെയാ. നമ്മുടെ ആള് പറഞ്ഞ പാർട്ടി ഇത് തന്നെ. ഞാൻ ജയിക്കണ്ടേ? ഞാൻ ജയിച്ചാൽ യു വിൽ ബി പ്രൗഡ് ഓഫ് മീ, റൈറ്റ്? കാലത്ത് മുതലേ ഞാൻ നിന്നെ ഫോൺ ചെയ്യുന്ന, പക്ഷേ നീ എടുത്തില്ല. നിന്നെ കാണാൻ പോകുന്നുള്ളൂ, അതുകൊണ്ടാ. എക്സ്ക്യൂസ് വേണ്ട. കഴിഞ്ഞ 6 മാസമായിട്ട് നീ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹായ് നിഷ. രാവിലെ മുതലേ വിളിക്കുന്നു, എന്തിനാ എടുക്കാതെ? 6 മാസമായിട്ട് എന്റെ ഫോൺ വന്നാ ഉടനെ എടുക്കുമല്ലോ. ആരാ നീ? എന്ത് പറ്റിരാ? നിങ്ങൾ ആരാ? നിഷ ആരാ ഇവര്? നിഷ ആരാ ഇവര്? ആരാണ് നിങ്ങൾ? ഞാൻ ഞാറാന്നോ? ഓ, ഇപ്പൊ മനസ്സിലായി. ഇവൾ നിന്നെ പഠിച്ചിട്ട് വേറെ ആരെങ്കിലും വിവാഹം ചെയ്യുമ്പോൾ എല്ലാരും എന്നോട് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. എന്നെ ലവ് ചെയ്യും, ഇവിടെ മാരേജ് ചെയ്യുവോ? വാട്ട്? എന്തുവാടാ ഈ പറയുന്ന? ഓ, അപ്പൊ ഞാൻ 6 മാസമായിട്ട് നിന്നോട് പറഞ്ഞതൊന്നും മനസ്സിലായില്ല അല്ലേ? നിന്റെ ആംബിഷന് എന്നെ യൂസ് ചെയ്യും, മാരേജ് വേറൊരാളെ ചെയ്യും അല്ലേ? അമീൻ, ഇവൻ ആരാന്നേ എനിക്കറിയില്ല. അതാ എനിക്ക് ആരംഭത്തിലെ ഡൗട്ട് ഉണ്ടായിരുന്നു. 6 മാസം എന്നുള്ളത് കറക്റ്റായിട്ട് പറയുന്നുണ്ടല്ലോ. ഫോൺ ചെയ്യുമ്പോഴെല്ലാം നമ്പർ ബിസി, വെയിറ്റിംഗ് കോൾ കണ്ടിട്ട് എപ്പോഴെങ്കിലും നീ എന്നെ തിരിച്ചു വിളിച്ചിട്ടുണ്ടോ? പറയടി. എനിക്കറിയാം, യു ആർ എ ചീറ്റ്. അമീൻ, അങ്ങനെ ഒന്നുമില്ല. ഇവൻ ആരാന്നേ എനിക്കറിയില്ല. നോ നോ, യു ആർ സത്യമായിട്ട് പറയുന്നു, ഇവൻ ആരാന്ന് അറിയില്ല. വിശ്വാസമില്ലല്ലേ? പറയുന്നില്ലേ, ഇവൻ ആരാന്ന് അറിയില്ല. ബിലീവ് മീ അമീൻ. ഓക്കെ, ഒർക്കോട്ടായി. ഫോണിലെ യാരാ? എന്താണിത്? നിന്റെ ഫ്രണ്ട് ഏതോ IAS ആഗ്രഹം പറഞ്ഞു, ഇവിടെ വന്ന് നോക്കിയാ ഏതോ മിസ് ഇന്ത്യ മിസ് കേരളം പറഞ്ഞോണ്ടിരിക്കുന്ന. 10 times sorry, 100 times sorry, 1000 times sorry. ഞാനോട് പറയാൻ മറന്നു. അത് വേറെ ആരെങ്കിലും ആയിരിക്കും. ഇന്നെന്റെ ഫ്രണ്ട് അവിടെ വന്നേ ഇല്ല. പ്രോഗ്രാം ക്യാൻസൽ. ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ ഓക്കെ, ഓഫീസിൽ ഫോൺ വിളിക്കാൻ പാടില്ല. മഞ്ജു. ഓക്കെ ബൈ. മഞ്ജു മഞ്ജു മഞ്ജു, അടുത്തവന്റെ അവസ്ഥ അറിയാതെ പെട്ടെന്ന് വെച്ചല്ലോ. ஒரு வழியா தமிழ்நாடு பாடுற நெருங்கிட்டான். சிக்குதுப்பா. ஹலோ, வாயில போடுவோம். எங்க பாருங்க? நாங்க தமிழ்நாடு பாட ரீச் ஆயிட்டோம் சார். சரி. ஆமா, நீங்க ஒன்றும் டென்ஷன் எடுத்துக்க வேண்டாம். ஓகே. உன்னி நம்ம கண்ட்ரோல்ல தான் இருக்கிறான். இன்னும் 2 hours ரீச் ஆயிடுவோம். சரிப்பா, அவனை பார்த்து கூட்டாங்க. ஓகே. மிஸ் பண்ணிடாதீங்க, சரியா? ஓகே ஓகே. ஏய், எந்தினடா பழத்தல மேல இட்டது? நீ இந்த வள்ளி கை வைக்கிறா? ஏய், நம்ம புள்ளடா. என் பாசான் தெரியுமா? ஓ, தெரியாம தானே போடா. டேய், ஆறா இது பாசி அடிச்சு. ஏறா அவன. டேய், டேய், உத்ரா. போடா, போடா. பாசி அடிச்சடா. போடா. டேய், அடிச்சு போடா. போடா தட்டை. இல்ல மேல கை வச்சா. டேய், டேய்.
சொல்லிட்டே. என்ன பாஸ், என்னை இறங்கி ஓட விட்டீங்கல்ல, அதான் உங்க எல்லாத்தையும் இறங்கி ஓட விடுறான். வாங்கடா டேய், சீக்கிரம் சீக்கிரம் ஓடி வாங்கடா, சீக்கிரம் வாங்க. ஏய் நில்றா. ஏய் லிஃப்ட் கேக்குறான்டா. ஏய் இது வண்டி என்ன போறா? ஓடியா, சீக்கிரம் ஓடியா. ஏய் ஸ்டாப் ஸ்டாப். ஏய் நம்மால முடியாது சாமி. நான் உட்கார்ந்துக்கிட்டு இன்ஸ்ட்ரக்ஷன் கொடுக்க வேண்டியதா? All guys, go on, catch him. This is boss order. ஸ்டாப் கரு கரடா, நிறுத்திக்க சார், வண்டியோட கரடா கரு. ஏய் கிட்டிடா, கிட்டி சார் வண்டி எந்த திரிக்கல சார். சார் அடங்கடா சார், நிக்கடா சார், ரவுடி சொல்லு சார். சார் சார் നിന്നെടാ കുറച്ചാളുടെ തേടി നടന്നത്, മിണ്ടാതെ വാടാ പോവാ. சார் 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 ரவுடி சார் என்ன ரட்சிக்கு சார் 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 ரவுடி சார் ஒரே ரயிலில் சென்னை வச்சிருக்காங்க வந்து பெட்டு போயிடா சார். இன்னையும் கேரா விடாரோ சார். നിക്കടാ അവിടെ. സാർ ഇനി എവിടെയാ കൊണ്ടുപോകണേ സാർ? അടങ്ങി നിക്കടാ അവിടെ. കുറെ നേരം ആയില്ല നീ കളിക്കാൻ തുടങ്ങിയിട്ട്. വരുന്ന ദേഷ്യത്തിന് എന്റെ കലിപ്പിനെ നല്ല സൂപ്പർമാറ്റി കളി കേട്ടാ. എന്താടാ ഇറങ്ങടാ പ്ലീസ്. അടങ്ങി നിക്കടാ അവിടെ. ആരാ ഇവരെല്ലാം? എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? എന്തായിരിക്കും? ഹലോ ചേട്ടാ, ആ പുള്ളിയെ കിട്ടി. എന്റെ സാമിലിൽ വെച്ചിട്ടുണ്ട്. നിങ്ങ എപ്പോ വേണേ കൂട്ടി കൊണ്ടുപോവാ. അത് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടി കള്ള് ഷാപ്പിലുണ്ടെന്ന്. അത് ഞമ്മക്ക് ഭയങ്കര ഹെൽപ്പായി. ഓക്കെ ചേട്ടാ, ബൈ. ശരി, നിന്നെ എന്തിനാ മറ്റന്മാർ തട്ടിക്കൊണ്ടുപോയെ? അറിയില്ല സാർ. അവന്മാർ എന്തിനാ പൊക്കിയോ, നിങ്ങൾ എന്തിനാ പൊക്കിയോ ഒന്നും പിടിക്കിട്ടില്ല സാർ. പക്ഷെ ഞാൻ യാതൊരു തെറ്റ് ചെയ്തില്ല സാർ. നുണ പറയാതെ സത്യം പറയടാ. ഇവന്മാരും കഥ കേൾക്കാൻ തുടങ്ങിയോ? ഇപ്പോഴാ പകുതി കഥ അവരോട് പറഞ്ഞത്. പറയടാ. പറയാം സാർ. സോറി, ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞിരിക്കണം. അതിരിക്കട്ടെ, എന്റെ ഫ്രണ്ട് പേര് ആശ എന്നല്ലേ ഞാൻ പറഞ്ഞത്? അവിടെ എന്ത് ടെൻഷനില്ല, ആശാനിശാണോ നോക്കാൻ പറ്റില്ല. നല്ല നേരം എസ്കേപ്പായി. ഇല്ലെങ്കിൽ ഒരുപാട് അവസ്ഥയായിരിക്കും. ആണെങ്കിൽ ഒന്ന് ലവ് ചെയ്യുന്നത് എന്ത് കഷ്ടമാണെന്ന് അറിയുമോ? പാവോ അവര്, നിങ്ങളെ കൊണ്ട് അവരുടെ ലവ്വേ പിരിഞ്ഞുപോയി. ശരി, നിങ്ങളുടെ നാട്ടിൽ ലവ് ചെയ്യുന്നത് അത്രയ്ക്ക് പാടാണോ? അത് ശരി, നിങ്ങളുടെ നാട്ടിലത്തെ പെണ്ണിനെ പ്രേമിക്കാൻ എന്തൊക്കെ ചെയ്താൽ ഇഷ്ടപ്പെടും? ലവ് ചെയ്യാനാണോ? അത് നീ ദൈവത്തിനോട് തന്നെ പോയി കേക്ക്. തുള്ളിയായി എൻ കനവൻ ചില്ലയിൽ പെയ്യവേ, ആരോ ഇന്നു നെഞ്ചിലായി എൻ ശ്വാസമായലിഞ്ഞു ചേരവേ, പ്രണയം മഴയായി പെയ്ത പരിണയ ചാർത്തൊന്നു ചൊല്ലാം, താമര ഇതളിൽ എഴുതണോ ഞാൻ, താരക കൂട്ടൊന്ന് തേടണോ ഞാൻ,
മേഘമായി വന്ന് പറയണോ ഞാൻ മാറുവെല്ലിൻ കൂട്ടൊന്ന് തേടണോ? ആരോ മഞ്ഞു തുള്ളിയായി എൻ കനവിൻ ചില്ലയിൽ പെയ്യവേ. തൊട്ടാവാടി പെണ്ണിവൾ ഞാൻ തൊട്ടാൽ മിഴികൾ വാടുമോ? കഥകൾ കേട്ടാൽ മയങ്ങുമോ? കൈകൾ തൊട്ടാൽ പിണങ്ങുമോ? നറുനിലാവായി ഒരുങ്ങുമോ? നീ ചെറുകിനാവായി പോരുമോ? ആർദ്രമാം നിൻ മിഴികളെഴുതിയ കവിത ഞാനെന്നറിയവേ. ഇഷ്ടം മിഴികൾ പറയവേ. അതരം പ്രണയമായി മൊഴിയുമോ? എൻ ഹൃദയമിടിപ്പുകൾ അറിയുമോ? അകലെ ചെറുകിളി കൂട്ടിലായിരുന്നു തൂവൽ പൊഴിച്ചതും അറിയുമോ? കൊന്നപ്പൂവിൻ ഇതളുകൾ മഞ്ഞിൽ മുത്തപ്പൊഴിയും ചിരിതൽ. ആരോ മഞ്ഞു തുള്ളിയായി എൻ കനവിൻ ചില്ലയിൽ പെയ്യവേ. നിറങ്ങളെഴുതിയ പുലരിയിൽ ഇന്ന് തൊട്ട് തൊടാതെ ശലഭവും നാട്ടുവഴിയിലെ പൂക്കളും ചെറു തോണി തുഴയും തിങ്കളും തെന്നലിൽ തിരയിളകുമോ? നീ കൊയ്ത്തു പാട്ടൊന്നു പാടുമോ? ആദ്യാനുരാഗ ജാലകവിരികൾ കാറ്റ് മൂളി തുറക്കവേ. ഇഷ്ടമായി വിരിമാറ്റവേ. അതരം പ്രണയമായി മൊഴിയുമോ? എൻ ഹൃദയമിടിപ്പുകൾ അറിയുമോ? മുത്തുചെപ്പികൾ കൂടൊരുക്കുമതിൽ കുഞ്ഞു കണ്ണിൻ കൗതുകം. തണലു പെയ്യും ഇലകളിൽ മഴ തുള്ളി പോലൊരു പെണ്ണിവൾ. ആരോ മഞ്ഞു തുള്ളിയായി എൻ കനവിൻ ചില്ലയിൽ പെയ്യവേ. സർ, നീ എന്തിനാ ഇവിടെ വന്നേ? സോറി സർ, അന്ന് അങ്ങനെ ഒരു തെറ്റ് നടക്കാൻ ഞാൻ തന്നെ കാരണം. വേറെ ആരോന്ന് വിചാരിച്ച് സോറി സർ. വേറെ ആരോന്ന് വെച്ചാ? ഞാൻ അവളെ മാരേജ് ചെയ്യാൻ പോണെന്ന് നിനക്കറിയില്ലേ? ഹേയ്, ഞാനും നിന്നെ പോലെ വെറുതെ അവളുടെ പിന്നാലെ ടൈം പാസിന് ചുറ്റുമെന്ന് വിചാരിച്ചോ? അങ്ങനെയൊന്നുമില്ല സർ. സോറി സർ. സർ ബിലീവ് മീ സർ. സർ
സർ സത്യമായിട്ട് പറയുന്നത് സർ ആ പെണ്ണിന് എനിക്ക് യാതൊരു ബന്ധവുമില്ല സർ. അത് യാരെന്ന് പോലും എനിക്ക് അറിയില്ല സർ. നിനക്കറിയില്ല, പക്ഷേ അവൾ ആരാന്ന് എനിക്ക് മനസ്സിലായി. ഡ്രസ്സൊക്കെ കീറിയിട്ട് ഫാഷൻ ഷോ എന്നിട്ട് അവൾ അലയുമ്പോഴേ എനിക്കറിയാം അവളൊരു അതൊന്നും സർ സോറി. ഞാൻ സോറി സർ, ഞാനാണ് കാരണക്കാരൻ. പ്ലീസ് നിർത്തടാ. എന്താ ഡ്രാമ കളിക്കാണോ? നീ എന്തെങ്കിലും പറഞ്ഞേ അവനെ സമാധാനപ്പെടുത്ത്. അതിനുശേഷം ഞാൻ വിവാഹം ചെയ്തോളാം. പിന്നെ ഞാൻ പുറപ്പെട്ട് എബ്രോഡ് പോകും. ഇവിടെ നിങ്ങൾ രണ്ടുപേരും ജോളി ആയിട്ടിരിക്കും അല്ലേ? വെൽ പ്ലേഡാ. ഇനി ഒരു വാക്ക് വേണ്ടി പോയാലുണ്ടല്ലോ. പോടി. നീ പോടാ. സർ 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 പ്ലീസ് സർ, ഞാനാണ് സർ. സർ പ്ലീസ് സർ, പ്ലീസ് സർ. Get in. I say get in. KL20 BB5783. ആളെയും കണ്ടുപിടിക്കണം, അഡ്രസ്സും കണ്ടുപിടിക്കണം. ഇപ്പൊ തന്നെ മാമനോട് വിളിച്ചു പറഞ്ഞേക്കാം. മാമോ, നിങ്ങൾ കേരളത്തിലേക്ക് വരേണ്ട സമയമായിട്ടുണ്ട്. എടാ എന്ത് വേണം നീ പറയണ്ട. പെണ്ണ് കൊള്ളാവോ? നീ നോക്കിയോ? പ്രത്യേകിച്ചും പൂർവികം കേരള അല്ലേ. എനിക്ക് യാതൊരു ജോലിയും തരാതെ അവൻ തന്നെ ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് ഹോട്ടൽ, ബീച്ച്, റെസ്റ്റോറന്റ് ഇവിടെ എല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുക. നീ എന്ത് ഏതാന്ന് കേട്ടോ? ഒന്ന് പോ മാമ. അവൻ ഈ കാര്യത്തിൽ പഴയതൊക്കെ മനസ്സിൽ വെച്ചോണ്ട് എന്നോട് ഒരു കാര്യം പറയുന്നില്ലെന്നേ. അതുകൊണ്ട് നിങ്ങൾ ഉടനെ തന്നെ വന്ന് കല്യാണം ഉറപ്പിച്ച് മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ പേരക്കുട്ടിയെ തന്നെ കണ്ടുവരും മാമ. ഓ, മാറ്റർ അത്ര സീരിയസ് ആയോ? കേരളത്തിലേക്ക് വരുമ്പോ മാമിയോട് അനുവാദം ചോദിച്ചിട്ട് പറഞ്ഞേ. നിങ്ങൾ എവിടെ ചോദിക്കാനാ അല്ലേ? ആന്റോണി, താങ്ക്സ് ടു യു. എന്തിനാ? നിങ്ങൾ വേറെ ആരോടും വിചാരിച്ചു ചെയ്തു. അതെന്റെ ലൈഫേ മാറ്റി. മനസ്സിനുള്ളിൽ എന്നെ കുറിച്ച് ഇത്ര ചീപ്പായിട്ട് വിചാരിച്ചിട്ട് ഇത്ര ദിവസവും ചിരിച്ച് ചിരിച്ച് അഭിനയിച്ചിരിക്കുന്നു അല്ലേ? ഒരു പെണ്ണ് മിസ് കേരള ആകണമെന്ന് ട്രൈ ചെയ്താൽ അവളെ കുറിച്ച് എന്തിനാ ഇത്ര ചീപ്പായിട്ട് വിചാരിക്കുന്നു? വളരെ താങ്ക്സ്. ഇവനെയൊക്കെ ഞാൻ വിവാഹം ചെയ്തിരുന്നാൽ എന്റെ ജീവൻ നസിഞ്ഞു പോയിരിക്കും. என்ன போன பைய போனே பண்ணல. என்ன மலையாள வாய்ஸ் வருது? அப்பனும் பிள்ளையும் ஏதோ சதி பண்ணிட்டானுங்களோ? ലൈഫിൽ നടക്കുന്ന ഒവ്വൊരു ഇൻസിഡന്റ് പുറകിലും തീർച്ചയായും ഒരു ചേഞ്ച് വരും. അതിനെ നല്ലതായിട്ടും കെട്ടതായിട്ടും നമ്മൾ എങ്ങനെ എടുക്കുമെന്നുള്ളതാണ് പ്രധാനം. ആദ്യം നിങ്ങളുടെ പഴയ വിചാരത്തിലിருந்து പുറത്തേക്ക് വാ. ഇപ്പോ താങ്കൾ അഴകാണോ അല്ലയാണുള്ളത് പ്രശ്നമല്ല. അതെക്കാളും നിങ്ങളുടെ എയിമിന് നിങ്ങളെ എങ്ങനെ മാറ്റിക്കൊണ്ടാ എങ്ങനെ ആക്റ്റീവ് ചെയ്യാൻ പറ്റുന്നതാ പ്രധാനം. മാറ്റിയാ എല്ലാം മാറും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ, കോസ്റ്റ്യൂം, കോസ്മെറ്റിക്, ആറ്റിറ്റ്യൂഡ് ഒക്കെ മാറ്റിക്ക്. അതിലും ഉടനെ തന്നെ ഈ കന്നഡ കളട്ടിയിട്. ഞാൻ പറഞ്ഞ എല്ലാ ഫാഷൻ ടിപ്സും ഫോളോ ചെയ്ത് നോക്ക് നിഷ. തീർച്ചയായിട്ടും വർക്കൗട്ട് ആകും. എനിക്ക് സമയമായി, ഞാൻ പോകുക. ബൈ. What a broad-minded guy. Thanks to God. ഇവൻ ഇങ്ങനെ അവൻ അങ്ങനെ. ഹായ് മാമ, എന്താ നിങ്ങളുടെ മോന്റെ ലവറെ കാണാൻ വന്നോ അതോ നിങ്ങളുടെ പഴയ ലവറെ കാണാൻ വന്നോ? ഞാൻ കേരളത്തിലിരിക്കുന്ന ഒറ്റ കാരണം കൊണ്ടല്ലേ നിങ്ങൾ എന്നോട് ഇപ്പോഴും സ്നേഹത്തോടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് വരുമോ? പേച്ച കുറയ്ക്കടാ. ആദ്യം എന്റെ മരുമകളെ കാണണം. അന്ത അവസരം എനിക്ക്. ആമാ, ഉണ്ണി എവിടെ? അവൻ പുറത്തു പോയിരിക്കുക. വന്ന ഉടനെ നമുക്ക് പോകാം. അവൻ വர்ற വரைக்கும் ഞാൻ വെയിറ്റ് ചെയ്യ റെഡി ഇല്ല. ഇമ്മീഡിയറ്റ് ആയി എൻ മരുമകളെ കാണണം. അഡ്രസ് അറിയില്ലോ? അറിയാം.
ആ മാമ നിങ്ങൾ പോയി ഫ്രഷ് ആയിട്ട് വാ. എന്നിട്ട് നമുക്കിപ്പോ പോവാം. ഈ വീടിക്കാരന്റെ ശല്യം. ശരി ശരി, പോയി കുനിഞ്ഞിട്ട് വരാം. പണിക്കരെ, വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഒന്ന് പെട്ടെന്ന് വിട്ടാ കൊള്ളാം. നെക്സ്റ്റ് ടൈം വേറെ സ്റ്റൈൽ ചെയ്യ്. ഇടനെഞ്ചിലാരോ പാടുന്ന പോലെ ഗസലായി എന്നിൽ കുഞ്ചലിൽ നെഞ്ചിലിൻ മുഞ്ചുമായി തഞ്ചത്തിൽ ചിരിച്ചവളെ. ഇടനെഞ്ചിലാരോ പാടുന്ന പോലെ ഗസലായി എന്നിൽ കുഞ്ചലിൽ നെഞ്ചിലിൻ മുഞ്ചുമായി തഞ്ചത്തിൽ ചിരിച്ചവളെ. ഏയ് യുശ്രീ, ട്യൂഷൻ പോകാൻ സമയമായില്ലേ? പോ 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 പോ. ഓടി പോ. എന്താ ഉണ്ണി, ഇന്ന് നിന്റെ അടുത്ത് എന്തോ വ്യത്യാസം കാണുന്നുണ്ടല്ലോ? അങ്ങനെ ഒന്നുമില്ല. മഞ്ജു, ഞാൻ എൻ്റെ മനസ്സിലുള്ളതൊന്ന് പറയണം. ഓ, മനസ്സിലുള്ളതോ? പറ പറ. അതിപ്പോ ഞാൻ പറയണെന്ന് കേട്ട് തെറ്റിദ്ധരിക്കേണ്ട. ഓ, അങ്ങനെയാണോ? ശരി, പറ. നിനക്ക് ആരുടെങ്കിലും ഇഷ്ടമുണ്ടോ? എനിക്ക് ഒരുപാട് പേര് ഇഷ്ടമുണ്ട്. ആ, അതില്ല, നിനക്ക് ആരുടെങ്കിലും പ്രേമമുണ്ടോന്ന്? പ്രേമമോ? അങ്ങനെയൊന്നുമില്ല. എന്നാ ഇനി ആരെങ്കിലും എണ്ണത്തിൽ ഇത് കുറിച്ച് കേട്ടാ ഈ ആൻസർ പറയണ്ട. അപ്പൊ ഞാൻ പ്രേമിക്കണ്ട് പറ. ഓരോന്നൊക്കെ പറഞ്ഞു തുടങ്ങി. ഇനി ഇവിടുന്ന് ശരിയാവില്ല. പേര് എന്താണ് കേട്ടാ? അയ്യേ, ഇവനെന്തിനാ എത്ര നാണിക്കുന്നേ? എന്റെ നെയ്മ പറ. മഞ്ജു, മഞ്ജു, എന്താ? മനസ്സിലായില്ലേ? തമിഴിലും പറയാം. இனிமேல் யாராவது நீ யாரையாவது லவ் பண்ணுறியான்னு கேட்டா இல்லைன்னு சொல்லாமல் ஆமாம் நான் லவ் பண்ணுறேன்னு சொல்லு மஞ்சு. யாருன்னு கேட்டா என் பேரை சொல்லு மஞ்சு. ഉണ്ണി, എന്താ നിനക്ക്? ഇത് നോക്ക്, എനിക്ക് സോഷ്യൽ സർവീസ് ചെയ്യണം, ജനിച്ചതിന് എന്തെങ്കിലും സാധിക്കണം. ഇതൊക്കെ എൻ്റെ അംബിഷൻ. ഈ പ്രേമം, കല്യാണം, ഇതിനെപ്പറ്റിയൊന്നും എനിക്ക് ശരിക്കും ഒരു ഐഡിയ ഇല്ല. അതെല്ലാം അച്ഛൻ നോക്കും. ഞാൻ നിന്നെ ഹേർട്ട് ചെയ്തിരുന്ന ഐ ആം സോ സോറി. ഇനിമേ ഈ നോട്ടത്തോടു കൂടി എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യണ്ട. ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചതെല്ലാം നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് മാത്രമാ. സോറി, പ്ലീസ് ഉണ്ണി, തെറ്റായെടുക്കല്ലേ. കോഫി എടുത്തോളൂ. ഇരിക്കട്ടെ ഇരിക്കട്ടെ. ഇതാരാണ്? അത് ഷാർജാവിലുള്ള എന്റെ അങ്കിൾ. ഇയാള് ആരാ മോളെ? ഇത് അബുദാബി സിസ്റ്റർ. അബുദാബി? അബുദാബി എന്തോ ഒരു വലിയ മലയാള ഫാമിലി. ദുബായിലുള്ള ചേട്ടൻ. നോക്കടാ, നോക്കടാ. ഞാൻ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തില്ല. ഞാനും മുന്നിയും ജസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അയ്യോ, എന്താ ഇങ്ങനെ പറഞ്ഞത്? നിങ്ങൾ വേണമെങ്കിൽ അവനെ ജസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കരുതാം. പക്ഷെ അവൻ അങ്ങനെയല്ല കണ്ടേക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കരുതുന്നവൻ എന്തിനാ നിങ്ങളുടെ ഫോൺ കോളിന് വേണ്ടി സമയം കളയുന്നത്? അത് മാത്രമല്ലേ, ഇന്നലെ രാത്രി മുഴുവൻ അവൾക്ക് എന്ത് കൊടുക്കും, അവൾക്ക് അത് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ ചോദിച്ചാൽ എന്നെ ഉറക്കിയിട്ടില്ല. മോളെ, ഞാൻ സൈറ്റായിട്ട് മാറ്റർ പറ. ഉണ്ണി കുറച്ച് നാണസ്വഭാവം ഉള്ളവണാ. ഒവ്വൊരു അച്ഛനും തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ആഗ്രഹത്തെ തൻ്റെ മോണെ വെച്ച് പൂർത്തി ചെയ്യാൻ ആഗ്രഹിക്കും. എൻ്റെ വലിയ ആശയെ ஒரு மலையாள பொண்ணு எனக்கு மருமகளா வரணுங்கிறதா. ஆ வகையில என்ற மோன் நின்ன பிரேமிக்கிறதுனால என்னோட லட்சியம் நிறைவேறும். ഇത്രയ്ക്ക് എന്തിന് ഈ ഒരു കാര്യത്തിന് വേണ്ടി ഞാനും ഉണ്ണിയുടെ അമ്മയും
ഞങ്ങളുടെ കുടുംബ ജീവിതത്തില് മിണ്ടുന്നത് പോലില്ല. അയ്യോ മാമാ അപ്പോ ഉണ്ണി എങ്ങനെ? അത് വേറെ ഡിപ്പാർട്ട്മെന്റ്, ഇത് വേറെ ഡിപ്പാർട്ട്മെന്റാ. ഇനി ഒരു കാര്യം കൂടി, എന്റെ ലവ് തന്നെ ഇങ്ങനെ ആയി. ഞാൻ പ്രേമിച്ച പൊണ്ണ് വിവാഹം ചെയ്യാൻ പറ്റാതെ തോത്തു പോയി. ഞാൻ പറയാൻ വന്നത്, ഉണ്ണിയെ ഞാൻ ഒരു നല്ല ഫ്രണ്ടായിട്ടാ കരുതിയത്. പക്ഷേ ഉണ്ണിയെ പോലൊരു ഹസ്ബൻഡ് കിട്ടാൻ ഞാൻ ഭാഗ്യം ചെയ്തിരിക്കണോ. അവർക്ക് എന്റെ പാസ്റ്റ് ഒക്കെ അറിയാം. എന്നിട്ടും ഉണ്ണി എന്നെ ലവ് ചെയ്യുന്നെന്ന് വെച്ചാ എനിക്ക് ഇത് ഉടനെ എന്റെ ഫാമിലിയിലുള്ള എല്ലാരെയും അറിയിക്കണം. ശരി പോലെ ശരി, നാട്ടിലുള്ള എല്ലാവർക്കും പറഞ്ഞേക്കോ. ശരി അങ്കിൾ, ഈ തടി ആരാ? ആദ്യമേ ചോദിക്കണമെന്ന് വിചാരിച്ച്. അതുകൊണ്ടില്ല മോളെ, ഈ ഹീറോന്ന് വെച്ചാ പുള്ളിയോട് കൂടെ ഒരു അടിയാളി എപ്പോ വരല്ലേ, അതുപോലെ തന്നെ ഇവനും. ഓ ഇപ്പൊ മനസ്സിലായി. അതെ, ഇതൊക്കെ കേൾക്കാൻ ഞാൻ ഇവിടെ ഇരിക്കണം. സത്യം എന്താടാ പറഞ്ഞേ, ഒരുപാട് ജോലി ഇരിക്ക് മോളെ, ഞാൻ പോട്ടെ. அத்தே மாமா தான் ஏதாவது கோமளிதானம் பண்ணிட்டு போனா எல்லாருக்கும் தெரியும். அதனால அவர்கிட்ட இப்போ சொல்ல வேண்டாம், கடைசியில் சொல்லிக்கலாம்னு சொன்னீங்க. அது ஓகே. ஆனால் மாப்பிள்ளை இப்படி இருக்கும்போது நாம் என்ன பண்ண முடியும்? அவன் தெரிஞ்சு இந்த தப்பெல்லாம் பண்ணியிருக்க மாட்டான் தம்பி. அவன் ஏதாவது ஒரு பொண்ணை லவ் பண்ணியிருந்தான்னா நான் உங்க வீட்டுக்கு வந்து பொண்ணே கேட்டிருக்க மாட்டேன். எல்லாம் இவர் பேச்ச கேட்டுக்கிட்டு தான் அவன் கிறுக்குத்தனமா கேரளாவுக்கு போயிருக்கான். கேரளாவுக்கு. சரிதே. ஜோசியர் என்ன டேட் சொன்னாரு? பிப்ரவரி 13பா. நீங்க குழப்பிக்காதீங்க தே, கண்டிப்பா அந்த டேட்ல கல்யாணம் நடக்கும். എന്താ മാമ, വന്ന ഉടനെ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ സാധിച്ചില്ലേ? ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാം നടന്നില്ലേ? ഇനിയിപ്പോ മാമിയോട് കാര്യങ്ങളൊന്നും പറയാതിരിക്കുന്നത് നല്ലതല്ല കേട്ടോ. ഇപ്പൊ എന്തിനാ അവളെ കുറിച്ച് സംസാരിച്ചിട്ട്? അവളെ വിടറാ. എടാ ഉണ്ണി, അച്ഛാ എപ്പോഴാ വന്ന അച്ഛാ? നീ എന്ന മാറടാ, സാധിച്ചു കാട്ടി, എൻ ലക്ഷ്യം നിറവേറി. വളരെ സന്തോഷടാ. അച്ഛാ എപ്പോഴാ വന്നെന്ന് ചോദിച്ചാ ഇത് എന്താ പറയുന്നത്? എടാ അച്ഛൻ വന്നത് മാത്രമല്ലടാ സർപ്രൈസ്, അതിനപ്പുറം വേറൊരു സർപ്രൈസ് ഉണ്ടടാ. എന്തുവാടാ താനും ചെയ്യുന്നത്? എന്തുവാ മോനെ, നെക്സ്റ്റ് വീക്ക് നിനക്കും നീ പ്രേമിച്ച പെൺകുട്ടിക്കും എൻഗേജ്മെന്റ്. ഓക്കെ? മഞ്ജുവോടെയാണ് അച്ഛാ? അത് യാരാണത് മഞ്ജു? യാര് മഞ്ജുനോ? അപ്പൊ എനിക്ക് യാരുടെ കൂടെ എൻഗേജ്മെന്റ്? നീ ലവ് ചെയ്യുന്ന മലയാള പെൺകുട്ടിയോട് തന്നെ. അതന്നെ യാരാന്ന് ചോദിച്ചത്. നീങ്ങളും പറയടാ, എവിടെ പോയി എന്തുവാടാ കാണിച്ചത്? ഇവൻ പ്രേമിക്കുന്ന പെണ്ണിനെ കുറിച്ച് നമ്മളോട് തന്നെ ചോദിക്കുക. ഞങ്ങൾ അറിയാതെ നീ പോയി പ്രേമിച്ചു കഴിഞ്ഞാ ഞങ്ങൾ അത് കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചോ? അത് തന്നെയാ നിഷേ, അവളെയല്ലേ നീ പ്രേമിക്കുന്നത്? അവളുടെ വീട്ടിൽ പോയി സംസാരിച്ച് കല്യാണം ഉറപ്പിച്ചിട്ടാ വരുന്നത്. എങ്ങനെ ഉണ്ടാളിയാ? അച്ഛാ ഇവന്റെ ചെറുപ്രായം പോലെ ഇങ്ങനെ തന്നെ അച്ഛാ, എന്റെ എല്ലാ കാര്യത്തിലും ഇങ്ങനെയേ ചെയ്യും. അത് മനസ്സിലാക്കാതെ നിങ്ങളും അവന്റെ കൂടെ പോയി എനിക്ക് നല്ലത് തന്നെ ഇങ്ങനെ കാണിച്ചിട്ട് വന്നല്ലോ അച്ഛാ. മോനെ, എല്ലാം ഇവിടെ കൊണ്ടുവന്നതാ. അച്ഛാ നിഷ ജസ്റ്റ് എന്റെ ഫ്രണ്ടാ. ഞാൻ ലവ് ചെയ്യുന്ന പെണ്ണിന്റെ പേര്. അയ്യോ ഭഗവതിയെ, ഇത് എന്താ കുഴപ്പം? നിങ്ങൾ എന്ത് ചെയ്യുന്ന എനിക്ക് അറിയില്ല. നിഷയുടെ വീട്ടിൽ പോയി അവളെത്തി തീർച്ച് സംസാരിച്ച് മാപ്പ് കേട്ട പിന്നെ ഇവിടെ വരണം. എല്ലാം ഇവൻ കാണിച്ചതാ. മോനെ മോനെ, How hot or cold? Dry or wet? Mole, have you written? മോളെ 1 minute. നെക്സ്റ്റ് വീക്ക് കിഷോറും അവന്റെ അമ്മയും വരുന്നുണ്ട്. ആണോ? കണ്ടിട്ട് ഒത്തിരി കാലമായല്ലോ. എന്താ പെട്ടെന്ന്? നിന്റെ സംബന്ധം ഉറപ്പിക്കാൻ. എന്താ അത്യാവശ്യം ഇപ്പോ? അത് തന്നെയാ ഉണ്ണി പ്രപ്പോസ് ചെയ്തില്ലേ? എന്തെങ്കിലും വിപരീതം നടക്കുന്നതിന് മുമ്പ് എല്ലാം ശരിയായിട്ട് നടക്കണമല്ലോ. ഒളിച്ചിരുന്ന് കേട്ടോ? റെക്കോർഡായി. പെറ്റ മോള് എന്തു പറയുന്നു ഒളിച്ചിരുന്ന് കേട്ട് അത് റെക്കോർഡും ചെയ്ത് വെച്ചിരിക്കുന്നു. അച്ഛന് വേറെ പണിയില്ലേ? ഞാൻ റെക്കോർഡ് ചെയ്യുന്ന അറിഞ്ഞുകൊണ്ടല്ലേ നീ അവനെ റിജക്ട് ചെയ്യുന്നത് പോലെ നടിച്ചത്. നടിച്ചെന്നോ? അച്ഛനായിട്ട് ഇനിയൊന്നും ഇമേജ് ചെയ്യണ്ട. ഞാൻ അവനോട് പറഞ്ഞതൊക്കെ സത്യമാ. അങ്ങനെയോ? അപ്പൊ കല്യാണത്തിന് സമ്മതിക്ക്. എന്ത് വേണമെങ്കിലും ചെയ്. ഈ നാട്ടിൽ ഒരു സുരക്ഷിതത്വവും ഇല്ലാതായിരിക്കുന്നു. ഈ അവസ്ഥ മാറണം. രാഷ്ട്രീയ സ്വാധീനമുള്ളത് കൊണ്ട് ചെയ്യുക. ഞങ്ങൾക്ക് നീതി പാലിക്കുക.
ഹലോ ഹലോ എന്താ സാറേ ഞാനായിട്ട് വിളിച്ചാൽ മാത്രമേ സംസാരിക്കുള്ളൂ? അങ്ങനൊന്നുമില്ല. പ്രപ്പോസ് ചെയ്തു പറ്റില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട് നീ ആരോ ഞാൻ ആരോ പോലെ ആയോ? ഉണ്ണി, നിനക്ക് എന്റെ അച്ഛനെ പറ്റി അറിയാലോ. ഒരു അർജന്റ് മാറ്റർ സംസാരിക്കണം. നിനക്ക് ഇവിടെ നിന്ന് വരാൻ പറ്റുമോ? രാഷ്ട്രീയ സ്വാധീനമുള്ളതുകൊണ്ട് ഈ സംഭവം തേച്ചു മാറ്റി കളയാനാവില്ല. പോലീസ് നീതിയെ സ്ഥാനം നോക്കാതെ അറസ്റ്റ് ചെയ്യുക. പോലീസ് നീതി പാലിക്കുക. വിനോദ് 1 മിനിറ്റ്. മഞ്ജു എന്താ പ്രശ്നം? അത് ഈ ഏരിയ MLA വീട്ടിൽ ജോലി ചെയ്ത പെണ്ണിനോട് മിസ്ബിഹേവ് ചെയ്തു. പുള്ളി MLA ആയതുകൊണ്ട് അയാൾ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. സരി, ഇത്ര വലിയ പ്രശ്നത്തിൽ ഒരു ആംബുലൻസും ഇല്ല? ഓ ഇവിടെയാ? പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഏതാണ് വരും? പോലീസ് പിൻവലിക്കുക, പോലീസ് പിൻവലിക്കുക, പോലീസ് പിൻവലിക്കുക, സ്ത്രീകളെ സംരക്ഷിക്കുക, പോലീസ് ഇത്ര പെണ്ണുങ്ങളുടെ ഇടയ്ക്ക് നിങ്ങൾ മാത്രം എങ്ങനെ ഇത്രയ്ക്കും ധൈര്യമായിട്ട് ഇവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു? തെറ്റ് ചെയ്ത് ആരായാലും പണിഷ്മെന്റ് കൊടുക്കണോ? പോലീസിൽ വെച്ചാലേ എപ്പോ ഇങ്ങനെയാ? ഇവരെയൊക്കെ ഇങ്ങനെ ചോദ്യം കേട്ടാലേ ശരിയാകും. ഇവർ കൊടുക്കുന്ന സപ്പോർട്ടിലാണ് അവൻ അകത്തിരിക്കുന്നത്. ഇവരെ തല്ലിയാ അവൻ ഓട്ടോമാറ്റിക്കായി പുറത്തു വരും. ഇത് മാത്രം ഞങ്ങളുടെ നാട്ടിൽ നടന്നിരുന്നാ ഞങ്ങളുടെ പെൺകൾ പോലീസിനെ അടിച്ചു കൊന്നേനെ. സാർ, ഇവിടെ ഒരു തമിഴ് പയ്യൻ മാത്രം പ്രസിന് ഇന്റർവ്യൂ കൊടുക്കുന്നു സാർ. പോലീസിനെ പറ്റി മോശമായിട്ടൊക്കെ പറയുന്നുണ്ട് സാർ. ആണോ സാർ, എന്താ ചെയ്യണ്ടേ? അവനെ പൊക്കി വാനിൽ വെച്ച് 4 കൊടുക്കുന്നേ. സ്ത്രീകളെ സംരക്ഷിക്കുക. പാണ്ടി നാട്ടിൽ ഇവിടെ വന്ന് പോലീസിനെ പറ്റി മോശമായിട്ട് പറയും. ഇവിടെ വാ, നീ എന്ത് കേട്ടു? നിങ്ങൾ കാര്യം മാറിങ്ങി അവിടെ മാറിങ്ങി. പോലീസിന്റെ അടുത്ത് അടിമേടിച്ചത് കണ്ടിട്ടാണ് മാഡത്തിന് എൻ്റെ മേലെ ലവ് വന്നത് അല്ലേ? മാഡത്തിന് ആദ്യം മുതലേ ഇഷ്ടാ. ഞാൻ മാത്രം അന്നേ ഓക്കെ പറഞ്ഞിരുന്നാ ഇമ്മീഡിയറ്റാ എൻ്റെ അച്ഛൻ ആക്ഷനിൽ ഇറങ്ങിയിരിക്കും. അതിന് താൻ എനിക്ക് ഉമ്മ വെച്ചത് പബ്ലിക്കില്ല. നിന്റെ അച്ഛൻ മാത്രമല്ല, ലോകം മുഴുവനും കണ്ടിരിക്കും. ശരി, ഇപ്പൊ എന്തു ചെയ്യാൻ പോകണം മഞ്ജു? ഞാൻ നിന്നോട് പറ്റില്ല എന്ന് പറഞ്ഞിട്ടും അച്ഛൻ നെക്സ്റ്റ് വീക്ക് എൻഗേജ്മെന്റ് പ്ലാൻ ചെയ്യാ. അതാ അച്ഛന് ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിട്ടിരിക്കട്ടെ എന്ന് ഞാനിത് ചെയ്തത്. മാമ, എന്തിനാ നിങ്ങൾ ചമ്മുന്നേ? നിങ്ങൾ നേരത്തെ ഒരു മലയാളി പെണ്ണിനെ ഹാൻഡിൽ ചെയ്തല്ലേ? ധൈര്യമായിട്ട് അങ്ങോട്ട് ചെല്ലുന്നേ, ഞാനുണ്ട് പുറകില്. ലോകമേ ഇവിടെ അടുത്ത മാസേ വരും. வாங்க வாங்க வாங்க
അമ്മേ അമ്മ ചെറിയ ഇതൊന്നും ശരിയല്ല കേട്ടോ. ഇപ്പൊ ഒന്ന് പിന്നെ ഒന്നെന്ന് പറയുന്ന അവന്റെ അറുത്ത് അമ്മേ അമ്മേ ഞാൻ ഒരു ഇവിടുത്തെ നോമ്പ് നമുക്ക് ഭയങ്കര അടിപൊളിയായിരിക്കണം കേട്ടോ. ഇത് വിശ്വാസമാണ്. ഇത് നിഷാവിടെ ചിട്ടപ്പൻ നിഷാകത്തും പോയി കണ്ടോ. ഇത് നന്നായിട്ടുണ്ടോ? ഇത് കൊള്ളാവോ? ആ നൈസ് അല്ലേ? നമസ്കാരം മോളെ. അങ്കിൾ വരൂ ഇരിക്കൂ. നാട്ടിലിരുന്ന് അച്ഛനും അമ്മയും വന്നു. ബാക്കിയുള്ളവരും വന്നോണ്ടിരിക്കുക. വേറെയാണോ? പിന്നെ അങ്കിൾ നിങ്ങളോട് പ്രത്യേകിച്ച് ഒന്ന് കേൾക്കണം. വേറെന്താ മോളെ? ഉണ്ണിക്ക് എന്തൊക്കെയാ ഇഷ്ടം? എന്റെ ബിഹേവിയർ എങ്ങനെ ഇരിക്കണം എന്നൊക്കെ അറിഞ്ഞാ കൊള്ളാം. എന്താന്ന് വെച്ചാ ഇത്തവണ ഏതും തെറ്റായിട്ട് നടക്കരുതെന്ന് തന്നെ അങ്കിൾ. ഉണ്ണിക്ക് എല്ലാമേ ഇഷ്ടം തന്നെ മോളെ. ഇന്ന് MLA-ക്കെതിരായിട്ട് നടന്ന പോരാട്ടത്തിൽ സ്ത്രീകൾക്ക് സപ്പോർട്ടായി ഇറങ്ങിയ ഒരു തമിഴ് ചെറുക്കനെ ഒരു ലേഡി പത്ര റിപ്പോർട്ടർ ഉമ്മ വെച്ചു. അത് ധർണ സംഭവത്തെക്കാളും ഇന്നത്തെ മീഡിയയ്ക്ക് ഹൈലൈറ്റ് ആയിട്ട് മാറിക്കിട്ടി. എല്ലാ ചാനലിനെതിരെയും കേസ് ഫയൽ ചെയ്യണം. കുറച്ചെങ്കിലും മനസാക്ഷി വേണ്ടേ? അച്ഛാ ഡോർ ലോക്ക് ആയിരിക്കുന്നു. എന്താ നോക്ക്. അത് ലോക്കായില്ല, ഞാനാണ് ലോക്ക് ചെയ്തത്. എന്തിന്? 24 hours എല്ലാ ചാനലിലും നീ ഉമ്മ വെക്കുന്നതാ കാണിക്കുന്നത്. ഇപ്പൊ എന്ത് പറയുന്നു? അന്ന് ഏതോ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഇത്ര പ്രിക്കോഷൻ ആയിട്ട് ഇരുന്നിട്ട് നീ ഇങ്ങനെ ചെയ്തല്ലോ. കല്യാണം കഴിയുന്നത് വരെ നീ അകത്ത് കിടന്നാ മതി. ഇതിപ്പോ തന്നെ ഉണ്ണീനെ വിളിച്ച് പറയാം. ഹലോ ഉണ്ണി. എന്താ മോളെ? അച്ഛാ മോളെ, നീ ഏത് നമ്പറിലേക്ക് ഫോൺ ചെയ്താലും അത് എനിക്ക് തന്നെ വരും. പ്രിക്കോഷൻ. ദേഷ്യം വരുന്നു. ഇവള് എന്താ ചെയ്യുന്നു? അയ്യോ അച്ഛൻ്റെ അടുത്ത് പോയി പറയാം. അച്ഛാ ചേച്ചി റൂമില് ഫാനില് ഷാളില് എന്തോ ചെയ്യുന്നു. ടെൻഷൻ ആകാതെ മോളെ, ഇപ്പൊ പോയി നോക്ക്. അച്ഛാ അച്ഛന്റെ പ്രിക്കോഷൻ ഔട്ട് ഓഫ് ഫാഷൻ. യെസ്. പോയി യെസ് യെസ്. എടാ മഞ്ജു മെസ്സേജ് അയച്ചിരുന്നു. എടാ അവിടെ അച്ഛൻ റൂമിൽ വെച്ച് ലോക്ക് ചെയ്തെന്ന്. എടാ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല കേട്ടോ. നമുക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യാം. ഞാൻ മൂത്രം വെച്ചിട്ട് വരട്ടെ. லோக்கல்ல ஒருத்தன் அட்ரஸ் இருந்து தூக்குறதே பெரிய விஷயம். ஆமா பாஸ். இதுல வேற கேரளா, அதுவும் தமிழ்நாட்டுக்காரன். அட்ரஸே இல்லாம எப்படி பாஸ் தேடி கண்டுபிடிச்சு தூக்க முடியும்? ഇതാണ് ഞാനത് സാർ. സാറേ സാറേ പോടാ പോടാ. നിന്റെ ലഹുവിനുള്ളിൽ ഇത്രയും വേദനയോ? ശരി ശരി, നീ പ്രേമിച്ച പെൺകുട്ടിയെ നീ കല്യാണം കഴിക്കുന്നവരെയും ഈ ഹോൾ ടീം നിന്റെ കുഴപ്പം ഉണ്ടായിരിക്കും. ഇതാ കുടിക്കേ, കുടിച്ചോ കുടിച്ചോ. വെള്ളം കുടിക്കേ. வண்டி இங்க தான் நிக்குது. എങ്ങടാ ഇങ്ങ വിടற വണ്ടി. അമ്മ ബസ് കുതിരാണ്ട അങ്ങനെ. എന്റെ അമ്മ എങ്ങനെ കണ്ടു? നടക്കാൻ പോകുന്നു അറിയില്ലല്ലോ. അറ്റാക്ക് ചെയ്യാമോ? വേണ്ട സാറേ, അവന്മാര് തമിഴ് റോഡികളാ അടിക്കുന്നത് വ്യത്യാസമായിട്ടുണ്ടാവും. குசு குசுன்னு பேசுறாங்களே, குத்திடுவாங்களோ? ഈ കാട്ടാമാര് വയറ്റില് കുത്തിയാലേ
കലങ്ങിപ്പോവും. മെലിഞ്ഞിട്ടുള്ളവന്മാരടിച്ചാലേ ഭയങ്കരായിരിക്കും. ഉള്ളിലുള്ള പാർട്സ് ഒക്കെ നുറുങ്ങും. അവന്മാരെ കണ്ടാലേ ടെററായിട്ടില്ലേ. ആ ജടമുടിനെ കണ്ട நீ പറഞ്ഞത് ശരി തന്നെടാ. என்னடா பாத்துக்கிட்டு இருக்கிய? அவனை அடிச்சு போட்டுட்டு இவனை தூக்கிட்டு வாங்கடா. அடிச்சிடலாம் பாஸ். ஆனா கையை மாடி காட்டுன்னு பாத்தீங்கன்னா கேரளா ரவுடியெல்லாம் வரும்ப கலகத்தை வச்சிருப்பாங்க. அதுவும் இல்லாம மாட்டுக்கறி தின்னுட்டு ஒவ்வொருத்தனும் ஒரு தினசில இருக்கானுங்க. அதர் ஸ்டேட்ல வந்து அடி வாங்கி கையை காலை இழுத்துக்கணும் வைங்க. அதை விட பெரிய அசிங்கம் வேற இல்ல பாஸ். வரும கலையெல்லாம் நம்ம ஊர்ல இருந்து போனதானடா. போச்சு, ஆனா திரும்பி வரல. வரலையா? என்னடா பண்றது? டேய் தைரியம் இருந்தா நீ தூக்குடா. നീ പോക്കടാ. நீ தூக்குடா. നീ പോക്കടാ ആദ്യം. நீ முதல்ல நீ தூக்குடா. നീ പോക്കടാ. டேய் நீ முதல்ல നീ പോക്കടാ ആദ്യം. ഡേയ് നിനക്ക് ഫസ്റ്റ് ഹാഫ് മാത്രമേ അറിയൂ. എനിക്ക് മുഴുവൻ കഥയെ അറിയാം. അത് നീ ആദ്യം കേള്. தமிழ் ரவுடியும் மலையாள ரவுடியும் சேர்ந்து ஒரு காதல் ஜோடியை சேர்த்து வைக்கலாம்னு பார்த்தா படுவாய்ப்பேடிய தெலுங்கு ரவுடியை வந்து துப்பாக்கியை காட்டி தூக்கிட்டு போயிட்டாங்க. എന്താ 20 മിസ്ഡ് കാൽ ഒരു കഥകളിയെ സന്തോഷമായിട്ട് കാണാൻ സമ്മതിക്കുന്നു. എന്താടാ ടെൻഷൻ? നിങ്ങളുടെ പയ്യനെ ഇവിടെ ആരോ കഥകളിയാടി. എന്താ പറയുന്നു? എനിക്ക് മനസ്സിലായില്ല. അയ്യോ ഉണ്ണിയെ തട്ടിക്കൊണ്ടു പോയി മാമ. യാരാ? കേരളാലെ എന്റെ മോന് ആരടാ എതിരി? പൊക്കിക്കൊണ്ടുപോയത് കേരള റൗഡികളല്ല, തമിഴ് റൗഡികളാ. അപ്പ പ്രോബ്ലം ഇല്ല. മാമ നിങ്ങളുടെ മോനെ പൊക്കിക്കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്താ ചിരിച്ചോണ്ടിരിക്കുന്നേ? ഡേയ് തമിഴ്നാട്ടിലെ എന്റെ മോനെ പൊക്കാൻ ഒരു ആളെ കൊണ്ടേ പറ്റൂ. ആരാ? എന്റെ ഭാര്യ. അവരെന്തിനാ സ്വന്തം മോനെ ആളെ വിട്ടു പൊക്കുന്നേ? അവനെ കൊണ്ട് ആ മീൻ കൊടിക്ക് വിവാഹം ചെയ്യാൻ. മീൻകുടിയാ? നിഷ, മഞ്ജു, മീൻകുടി. ലിസ്റ്റ് ഒരുപാട് കൂടുന്നുണ്ടല്ലോ. ആ മാമ നിങ്ങളുടെ ആഗ്രഹം എന്താവും? ഇതിനെന്തെങ്കിലും ചെയ്യണ്ടേ? ഡേയ് ഇതിൽ ഒന്നും കുഴപ്പമില്ലടാ. എന്റെ മോൻ പ്രേമിക്കാത്തത് വരെയേ എനിക്ക് പ്രോബ്ലം. ഇപ്പൊ നോ ടെൻഷൻ. അവൻ മഞ്ജു വത്തവരെ വേറെ ആരെയും വിവാഹം ചെയ്യില്ല. ആഹാ, അതിനൊന്നും അവളുടെ അച്ഛൻ സമ്മതിക്കത്തില്ല. ആ പെണ്ണിനെ വീട്ടിൽ പൂട്ടിയിട്ടിട്ട് അയാളുടെ സൈഡ് വളരെ സ്ട്രോങ് ആയിട്ടിരിക്കുക മാമ. പൂട്ടി വെച്ചോ? എന്താ മാമ വീട് കണ്ടിട്ട് ഒരു കല്യാണ സെറ്റപ്പ് ഉണ്ടല്ലോ? അതെയല്ലേ, അന്വേഷിച്ച് നോക്കാം. ഓക്കേ മാമ. അതേ പിടിച്ചടിക്കും മാമ. ഞാൻ ഉണ്ണിയോട് അച്ഛൻ. മകനെ മലയാളി പെണ്ണിനെ കൊണ്ട് കെട്ടിക്കാൻ അച്ഛൻ പെടുന്നൊരു പാടേ. കഷ്ടം. നമസ്കാരം, ഞാൻ തമിഴ് മണി, ഉണ്ണിയുടെ അച്ഛൻ. എന്ത് പറയണമോ വേഗം പറഞ്ഞിട്ട് പോണം. ഇനി കല്യാണ ജോലി ഒരുപാടുണ്ട്. എല്ലാ കുഴപ്പത്തിനും ഞാനേ കാരണം. ഞാൻ ഇളംപ്രായത്തിൽ ഒരു കേരള പെണ്ണ് മോഹിച്ച് തോത്തുപോയി. അതുകൊണ്ട് ഒരു കേരളത്ത് പെണ്ണെ മരുമകളാ വരണമെന്ന് ആഗ്രഹിച്ച് എന്റെ മോനെ സിറുപ്രായം തൊട്ടേ കേരള കൾച്ചർ കുറിച്ച് പറഞ്ഞു വളർത്തു. ഇപ്പോ അവൻ മോഹിച്ച് പ്രേമിച്ച പെണ്ണിനെ വിവാഹം ചെയ്തില്ലെങ്കിൽ എന്റെ മോന്റെ ലവും പോകും, എന്റെ ലക്ഷ്യവും പോകും. ഞങ്ങളുടെ രണ്ടുപേരുടെ ആഗ്രഹവും പൂർത്തിയാകുന്നത് നിങ്ങളുടെ കയ്യിലാണ് ഉള്ളത്. എന്താ കഴിഞ്ഞോ? പയ്യന്റെ അച്ഛനായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ പറഞ്ഞു തീർത്തു. എന്റെ മോള് അമ്മയില്ലാതെ വളർന്ന പെണ്ണ. അവൾ എങ്ങനെ നല്ല പോലെ ജീവിക്കണമെന്ന് നിങ്ങളെക്കാളും എനിക്ക് നന്നായിട്ട് അറിയാം. പയ്യനെ ഉറപ്പിച്ച് മാരേജ് ഡേറ്റ് ഫിക്സ് ചെയ്തതിനു ശേഷം നിങ്ങൾ ഇങ്ങനെ വന്ന് സംസാരിക്കുന്നത് നല്ലതല്ല. എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. ഞാൻ മണ്ഡപത്തിലേക്ക് പോകണം. നിങ്ങൾക്ക് പോകാം. മാമ വാ മാമ, ഇനി ഞാൻ കാണിക്കാൻ പോകുന്നതെന്നാന്ന് കണ്ടു.
എടാ ഇനിയും കുറച്ചു നേരത്തിൽ ആ പെണ്ണുന്റെ കഴുത്തിൽ ആരോ ഒരുത്തൻ താലി കെട്ടാൻ പോകുന്നു. ഇപ്പൊ നമ്മൾ അവിടെ പോയി ഒന്നും നടക്കാൻ പോയില്ല. ഇവിടെ നോക്കടാ, എന്റെ ലക്ഷ്യം നടക്കണമെങ്കിൽ നമ്മൾ ഇപ്പൊ തന്നെ നാട്ടിൽ പോയി എന്റെ സംസാരത്തെ സമാധാനപ്പെടുത്തി ഉണ്ണി മീൻകൊടി വിവാഹം ചെയ്യാതെ തടുത്തു നിർത്തണം. പോകാം. ഉണ്ണിക്ക് ഇതിനേക്കാളും സുന്ദരിയായ മലയാളി പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുക്കാം. അതിനു മുൻപ് അവനെ പ്രേമിച്ച് ചതിച്ച ആ പെണ്ണിനോട് എനിക്ക് 4 വർത്താനം ചോദിക്കണം മാമ. അതെങ്ങനെ? നിങ്ങളുടെ മകനെ പ്രേമിച്ചിട്ട് വേറെ താലി കെട്ടാൻ സമ്മതിക്കണോ? എടാ ഇതൊന്നും സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല കേശവന്. കാണിച്ചു കൊടുക്കാം ഞാനിപ്പോ. കല്യാണ വീട് വേണ്ടടാ. നാട്ടി പോയേക്കാം. വേണ്ടടാ വേണ്ടടാ, വാടാ പറഞ്ഞാ കേക്ക്. എന്താ കല്യാണത്തിന് മുടക്കാൻ ഇവിടെ വന്നു അല്ലേ? ഏയ് കല്യാണം മുടക്കാൻ വന്നതല്ല. ഇവരുടെ മകൻ പ്രേമിക്കുന്ന പെണ്ണ് എങ്ങനെ ഇരിക്കുമെന്ന് കണ്ടേച്ചു വന്ന് ഇദ്ദേഹം പറഞ്ഞിട്ട് വന്നതാ. കൈവിട്. ഇതിനാണോ ഇത്ര ബിൽഡപ്പ്? നിങ്ങളുടെ സ്ഥിതി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ചെയ്യാം. എൻ്റെ മോളെ കാണിക്കാം. പക്ഷേ കല്യാണം കഴിയുന്നത് വരെ ഒരു കുഴപ്പവും ഉണ്ടാക്കില്ല എന്ന് നിങ്ങൾ എനിക്ക് സത്യം ചെയ്യണം. സത്യമായിട്ട് ഒരു കുഴപ്പവും ഉണ്ടാക്കില്ല. മോളെ ഇവളെങ്ങനെ ഇവിടെ? അതും മഞ്ജു കല്യാണത്ത് ഇവൾക്ക് എന്താ ജോലി? ഉഗ്രനായിട്ടൊരു പെണ്ണിനെ തട്ടിയല്ലോ. വാങ്ങ മാമാ, സൂപ്പർ ഫിഗർ മാമാ. എടാ ഇത് മഞ്ജുല്ലടാ, മീൻകൊടിയാ. അതാണ് ആ போலீஸ் பார்ட்டி. யாரல்ல போலீஸ் மாம்? மாமா, என்ன லவ் பண்ற பையன் தான் எனக்கு வேணும். வேற ஒரு பொண்ணை லவ் பண்ற பையன் எனக்கு வேணாம். அது மட்டும் இல்ல, உன்னைய ஃபர்ஸ்ட் டைம் பார்த்த உடனே எனக்கு ரொம்ப பிடிச்சிருந்தது. என் அண்ணன் என் மேல இருக்கிற பாசத்தினால நான் விருப்பப்பட்ட பையனே எனக்கு கல்யாணம் பண்ணி வைக்கணும்னு அண்ணன் தான் தமிழ்நாட்டு ரோடிங்ல கேரளாக்கு அனுப்பி அவரை கடத்திட்டு வந்தாரு. இன்ஃபேக்ட் அது கூட எனக்கு கடைசி நிமிஷத்துல தான் தெரியும். அதுக்கு பிராய்ச்சித்தமா தான் நான் உன்னை கல்யாணத்துல கண்டிப்பா கலந்துக்கணும்னு விருப்பப்பட்டு வந்தேன். இதான் மாமா நடந்தது. മോളെ എടാ തനിക്ക് എന്താ അവസരം? ആഹാ, ഇത് പായയുടെ മോളല്ലേ? ഇത് എന്താ വരിയായി വന്നല്ലോ. നീ എങ്ങനെ മോളെ ഇവിടെ? അങ്കിൾ, നിങ്ങളോട് ആദ്യം സോറി ചോദിക്കണം. നീ എന്തിനു മോളെ സാരി ചോദിക്കണം? അതല്ല അങ്കിൾ, ഉണ്ണിയുടെ യഥാർത്ഥ ലവർ ആരാന്നോ അറിയാതെ നിങ്ങൾ എന്റെ അടുത്ത് വന്ന് ചോദിച്ചത് ഞാൻ എന്റെ അച്ഛൻ്റെ അടുത്ത് പറയാൻ പോയി. ഏതോ ഉണ്ണി തന്നെ എന്നെ പറ്റിച്ചിട്ട് വേറൊരു പെണ്ണിനെ പ്രേമിക്കുന്നെന്ന് തെറ്റിദ്ധരിച്ച് മലയാളി റൗഡികളെ വെച്ച് എന്റെ അച്ഛനാണ് തട്ടിക്കൊണ്ടുപോയത്. ഇത് വേറെയാണോ? അതിനുശേഷം യഥാർത്ഥം പറഞ്ഞ് അച്ഛൻ തന്നെ എന്നെ പോകാൻ പറഞ്ഞത്. ഒരേ കൺഫ്യൂസ് ആയിട്ടില്ലേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇയാളിങ്ങനെ തന്റെ മോളെ കൊടുക്കാൻ സമ്മതിച്ചത്? അത് വിട്ടുകളവാ. ഇപ്പൊ നിങ്ങളുടെ റൂട്ട് ക്ലിയറാ. ആഗ്രഹം സാധിക്കാൻ പോവാ. അടുത്ത് വരാൻ പോകുന്നതാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് വരാനുള്ള തുള്ളാതെ. മോളെ വാ. ഏതായാലും കൊള്ളാം, താലി കെട്ടുന്ന മുൻപ് വന്നു. നമസ്കാരം അമ്മാവാ. നിന്നെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ടോ? അവ യാറ് എന്റെ മോണല്ല. നന്നായിട്ട് മണേ. പക്ഷേ നീ പോലും എന്റെ അടുത്തേ പറയാതെ പോണേ, അച്ഛന്റെ അടുത്തേ മറിച്ചല്ലേടാ. അതില്ല അച്ഛാ, അതിലൊരു ചെറിയ പ്രശ്നം. പ്രശ്നമോ? അതെന്താണ്? അത് ഞാനല്ലേ പറയേണ്ടത്. നിങ്ങളുടെ കുടുംബത്തിന് ഒരു ലക്ഷ്യം ഉള്ളതുപോലെ ഞങ്ങളുടെ കുടുംബത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ഇരുന്നോട്ടെ. എന്റെയും ഭാര്യ സാവിത്രിയുടെയും പൂർവികരുടെയും സ്ഥലം തമിഴ്നാട് താനേ. വള്ളിയൂരാണ് ശരിക്കും പറഞ്ഞ.
20 വർഷങ്ങൾക്ക് മുമ്പ് ജീവിക്കാൻ വേണ്ടി വന്ന നാടാണ് കേരള. അയ്യോ, എല്ലാം കുളഞ്ഞു പോയല്ലോ. അത് മാത്രമല്ല, എന്റെ ഭാര്യ സാവിത്രി മരിക്കുന്നതിന് മുമ്പ് എന്റെ അടുത്തൊരു സത്യം വാങ്ങിച്ചിട്ടാണ് പോയത്. നമ്മുടെ മോളെ ഒരു തമിഴ് ചെറുക്കൻ മാത്രമേ കിട്ടാവൂ എന്ന്. ഞാൻ അവൾക്ക് കൊടുത്ത സത്യം പാലിക്കാനാണ് ഞാൻ എന്റെ പ്രിക്കാഷൻ ജോലിയെ തുടങ്ങിയത്. എന്റെ ഭാര്യയുടെ ലക്ഷ്യത്തെ വേണ്ടി എന്റെ ലക്ഷ്യത്തെ തകർത്തല്ലോടോ. മഞ്ജു ഏതെങ്കിലും മലയാളി പയ്യനെ ലവ് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ വളരെ ശ്രദ്ധയായിട്ടിരുന്നു. അപ്പോഴാണ് നിങ്ങളുടെ മോൻ എന്റെ മോളെ തേടി എന്റെ വീട്ടിലേക്കേ വന്നത്. നീ ഇങ്ങനെ ഇരുന്ന് അവനെങ്ങനെ വരാതിരിക്കും? ഉണ്ണികൃഷ്ണൻ എന്ന് പേര് കേട്ട ഉടനെ എനിക്ക് കുറച്ച് ഡൗട്ടായി. എന്റെ മോള് നിങ്ങളുടെ പയ്യനെ ഈസി ആയിട്ട് വളച്ചെടുത്തു. പക്ഷേ ഞാൻ നിങ്ങളുടെ പയ്യനെ പിടിക്കാൻ പെട്ട പാട് ആ ദൈവത്തിന് തന്നെ അറിയാം. ഉണ്ണിയെ തമിഴ് റൗഡികളുടെ അടുത്തിരുന്നും മലയാളി റൗഡികളുടെ അടുത്തിരുന്ന് രക്ഷിക്കാൻ വേണ്ടി ഞാൻ തനിയെ തെലുങ്ക് റൗഡികളെ വെച്ച് പൊക്കാൻ വേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ നോയിക്കൊള്ളൂ. 1, 2, 3 റൗഡികളൊക്കെ ചേർന്ന് റൗണ്ട് കെട്ടിനാ തോന്നുന്നു. എന്തെന്ന് വെച്ചാ ഈ കല്യാണം മാത്രം നടന്നില്ലെങ്കിൽ എന്റെ മോളുടെ ലവും പോകും, ഞങ്ങളുടെ ലക്ഷ്യവും പോകും. ഈ ഡയലോഗ് എവിടെയോ കേട്ടത് പോലുണ്ടല്ലോ. അവരുടെ വീട്ടിൽ വെച്ച് അവരോട് നിങ്ങൾ പറഞ്ഞ ഡയലോഗ് തന്നെ അതല്ലേ? അവന് സ്വന്തമായിട്ടൊന്നും അറിയില്ലല്ലോ. എങ്ങനെ എന്റെ പ്രിക്കാഷൻ വർക്കൗട്ട് ആയില്ലേ? എല്ലാം പൊളിഞ്ഞു. ഓ, നിങ്ങളും തന്നെ മലയാളി പെണ്ണ് മാത്രമേ നിങ്ങളുടെ മരുമകളായിട്ട് വരണമെന്ന് വാശി പിടിച്ചിരുന്നല്ലോ. എന്റെ മോള് തമിഴ് പെണ്ണാണെന്ന് അറിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് വിചാരിച്ച് നിങ്ങളുടെ വൈഫിനെ ഫോൺ ചെയ്ത് ഇതിനെക്കുറിച്ച് അവരുടെ അഭിപ്രായം അറിഞ്ഞ് സമാധാനിപ്പിച്ച് ഒരു നല്ല തീരുമാനത്തിൽ എത്താമെന്ന് വെച്ചാൽ അവർ കേരള നമ്പർ കാണുമ്പോൾ തന്നെ കട്ട് ചെയ്യുന്നു. പിന്നെ കാര്യം എന്തെന്ന് അന്വേഷിച്ചപ്പോൾ നിങ്ങൾ വീടിനെ തന്നെ ഏകദേശം കേരളമാക്കി കഥകളി ആടിയിരുന്നുവെന്ന്. മുഹൂർത്ത നേരം കഴിയുന്നതിന് മുമ്പ് പിള്ളേരുടെ കല്യാണം നടത്തി വെക്കാം. എന്താ ആലോചിക്കുന്നേ? എല്ലാം മറന്നിട്ട് അകത്തേക്ക് കയറി വന്നട്ടെ. എല്ലാം മറന്നു കള മാമ. വാ, നമുക്ക് കല്യാണത്തിന് കൂടാം. അച്ഛാ, അച്ഛാ, വരും അകത്ത് പോവാം. പോടാ, അമ്മ വന്നില്ല. നിങ്ങളെങ്കിലും അകത്ത് പോകാം. മഞ്ജു, നീ എങ്ങോട്ടാ? അവൻ പുറകെ പോകുന്നു. നിങ്ങളുടെ ആഗ്രഹത്തിനേക്കാൾ വലുത് എന്റെ അളിയന്റെ കല്യാണമാണ് പ്രധാനം. പോയിക്കടാ, പോയിക്കോ. എന്റെ ലക്ഷ്യത്തെ എങ്ങനെ നേടണമെന്ന വഴി എനിക്ക് വേറൊന്നുണ്ടടാ. അറിയാം, എനിക്ക് അറിയാം. ചങ്ങാതി ഇവിടെ വന്നു. വരുന്നു. അതെ, അളിയന്റെ കല്യാണമാ, കൂടിയിട്ട് വന്നാ പോരെ? யோ, கல்யாண வீட்டுல வச்சு ஒன்னொருத்த இப்படி அடிக்கிறானே, எதுக்கே அடிச்சா? എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരോടും കൂടി അടിക്കും. ஓ, கரும என்ன இளவு பண்ணி தொலைச்சானோ? ഓ, ആള് വന്നിരിക്കുന്നു. ഊണ് കിട്ടുമോ നോക്കാം. ഞാൻ ഒരു മലയാള പെണ്ണെ പ്രേമിച്ച് തോറ്റുപോയി. നിന്റെ അച്ഛനും മലയാള പെണ്ണെന്ന് വിചാരിച്ച് ഒരു തമിഴ് പെണ്ണെ കെട്ടി അവനും തോറ്റുപോയി. പേരാണ്ടി ഉണ്ണി വേണ, നീ എങ്കിലും ഒറിജിനൽ മലയാള പെണ്ണെ പ്രേമിച്ച് വിവാഹം தாத்தாவோட லட்சியத்தை நீதாண்டா நிறைவேற்றணும். இதையே நான் உங்ககிட்ட சொல்றேன்னா, கேரளா ஒரு கடவுளின் தேசம். Yeah.
കൊഞ്ചലിൽ കയ്യൊന്നു വെച്ചപ്പോൾ കാണാൻ പെണ്ണിന് മോഹം അഴകൊന്നു തുന്നിച്ചതാരോ അതിൽ മുത്തു പീഡിപ്പിച്ചതാരോ ആരത് തൊപ്പിന് പൊന്നെടുത്തിട്ടതിൽ ഊതി പണിയിച്ച മാറ്റ് നന്ദോടി നാമം ജപിക്കുമ്പോൾ തുള്ളുവർ പാടുന്ന പാട്ട് മലനാട്ടിൽ മാലോകർ വന്നാൽ പുതുമഴവില്ല് തീർത്തൊരു വീട്ടിൽ മനസ്സൊന്നായി ചേർന്നിട്ട് മാരോട് ചേർത്തിട്ട് നാം ഒരു പാടുന്നതാണ് Dun